പല ആളുകളും മുഖത്ത് പോലും നോക്കുന്നില്ല നോക്കണില്ല, ഒരു എന്നുള്ളതാണ്. ഹാപ്പി അല്ല ആൾക്കാർ. എന്താ അറിയില്ല, ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ടെൻഷനാണ്. രാവിലെ തന്നെ സർവീസിന്റെ ഉള്ളിലാണ് കയറിയിട്ട് രാവിലെ ആവുന്നതോ രാത്രി ആവുന്നതോ ഉച്ച ആവുന്നതോ ഒന്നും അറിയില്ല. പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പല ടെക്നീഷ്യന്മാർക്കും അത് മാനസികമായിട്ട് വേദന ഉണ്ടാക്കാറുണ്ട്. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കൈയൊഴിയാണ്. 10-20 വർഷം ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആള് ഇപ്പോഴും ടെക്നീഷ്യനാണ്. ഒരു സർവീസ് സെന്റർ പുള്ളിക്കിടാൻ പറ്റിയില്ല. അതിവിടെ പറയാൻ പറ്റുമോ അറിയില്ല. ആ സ്ക്രീൻ ഗാർഡിനും കവറിനും ഇല്ല പൈസ എന്ത് ചെയ്യണ്ട്. ഇത്ര ദിവസം നീ വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ നിന്റെ പേര് വെച്ചിട്ടുണ്ടോ ചോദിച്ചു? ഇല്ല പറഞ്ഞു. നീ ഡീൽ ചെയ്ത് കസ്റ്റമർ നിന്നോട് ഹാപ്പി അല്ല. അപ്പൊ ഒരു സ്പെയറിന് ഷോപ്പർ അവസ്ഥ എന്തായിരിക്കും? ലക്ഷങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര അവിടെ ഡെഡ് സ്റ്റോക്ക് കൊടുക്കും? ആ പൈസ കൊണ്ട് റോൾ ചെയ്യുന്ന ഷോപ്പറുണ്ട്. ആ ഓണായിട്ട് ഗ്യാലറി എടുത്തിട്ട് ആ ലേഡി അവിടെ നിന്ന് കരയാണ്. ടേബിളിൽ മൈക്രോസ്കോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യും. ഫ്രണ്ടിൽ വരും, കസ്റ്റമർ ഫോൺ വാങ്ങിപ്പോ എന്താ ചെയ്തെന്ന് നോക്കിയപ്പോൾ പറയും അത് ഇന്ന സാധനം മാറ്റി. അവിടെ കഴിഞ്ഞു. സ്റ്റാഫും ഷോപ്പ് ഓണറും തമ്മിലുള്ള റിലേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാധനം. പ്രശസ്ത ടെക്നീഷ്യൻ ഇൻഫ്ലുവൻസർ മിസ്റ്റർ അനസ് മല്ലൂട്ടക്കാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഹലോ. ഹലോ, ഹായ്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ തൻ്റെതായ രീതിയിൽ ടെക്നിക്കൽ ടിപ്സുകളും തൻ്റെ അഭിപ്രായങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഒരു മടിയും കൂടാതെ ഇന്നുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അനസുമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? മൊബൈൽ റിപ്പയറിംഗ് മേഖലയിലേക്കാണ്. അതെ. മൊബൈൽ റിപ്പയറിംഗ് മേഖല ഏകദേശം 2010 ഞാൻ ഇലക്ട്രോ ടെക്നിക്കൽ സെൻറ്ററിലാണ് എന്ത് ചെയ്യണത്, ബേസിക് പഠിക്കണത്. ഓക്കെ. അതിനുശേഷം പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് സാധാ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ 2013 ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻ്റ് ആയി, ബൈക്ക് ആക്സിഡൻറ്റ്. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ വലിയ ജേഷൻ റഷീദ് പറഞ്ഞ മൂപ്പരിനോട് പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്യുക, പത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, UAE എവിടെയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാവും, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ അതുവരെ പത്രം വായിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പിറ്റേ ദിവസം പത്രം നോക്കിയപ്പോഴാണ് ഈ മിനിറ്റ്സ് ക്വിക്ക് സർവീസ് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തു. അബ്രോഡ് ദുബായിലേക്ക്. അങ്ങനെ അപ്ലൈ ചെയ്തു. അവിടുന്ന് വിളിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ സെലക്ഷനായി. അങ്ങനെയാണ് ഞാൻ ദുബായിലേക്ക് പോണത്. ദുബായ് ആണ് ശരിക്കും എനിക്കൊരു ലൈഫ് ചേഞ്ചിങ് എന്നൊക്കെ പറയുന്നൊരു സാധനം, ഒരു ചേഞ്ചസ് ഉണ്ടാക്കി. UAE പോയി സമയത്ത് തന്നെ ഈ കമ്പനിയിൽ സാധാ ഈ ബേസിക് വർക്ക് സാധനങ്ങളാണ് ചെയ്തിരുന്നത്. അതായത് ഈ ചാർജിങ് കൺട്രോൾ മാറ്റുക, ഡിസ്പ്ലേ മാറ്റുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ കുറച്ചും കൂടിയും ഒരു അപ്ഡേഷൻ ആവണം എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. പൊതുവെ എങ്ങനെ ആൾക്കാരെങ്ങനെ എന്ത് ചെയ്യില്ല, നമ്മളൊരു ഉയർച്ച എന്നുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ബേസിക് പഠിച്ചു വരുന്നതല്ലേ. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ആള് മലയാളിയായിരുന്നോ? അല്ലെങ്കിൽ മലയാളിയായിരുന്നു. ഓക്കെ. അങ്ങനെ മലയാളീസിന് ഇങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾ കണ്ടുവരാറുണ്ട്. ഓരോ ഏരിയയിലും ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ, പറയണ്ട. പിന്നെ ഓരോരുത്തരോരോ ക്യാരക്ടറല്ലേ. ഓക്കെ. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ് വേറെ 050 ടെലികോം പറഞ്ഞൊരു കമ്പനിയിലേക്ക് മാറി. 2 വർഷം മിനിറ്റ്സിൽ വർക്ക് ചെയ്ത് 050 ടെലികോം പറഞ്ഞ കമ്പനിയിലേക്ക് മാറി. ഈ iPhone 6 ഒക്കെ ലോഞ്ചായി കുറച്ച് സമയം എന്നെ കഴിഞ്ഞ്. അങ്ങനെ ഈ 6 ഒരു കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഗോസ്റ്റ് ടച്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. അന്ന് എനിക്കൊരു നോളജും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഞാൻ കസ്റ്റമറെ ഫോണിലാണ് ട്രൈ ചെയ്യണത്. അങ്ങനെ ട്രൈ ചെയ്ത സമയത്ത് ഫസ്റ്റ് സക്സസ് ആയി. ആ ഒരു കോൺഫിഡൻസിൽ രണ്ടാമത് ഞാൻ ഒരു സുലൈമാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ കാലിക്കറ്റിൽ. മൂപ്പര് വീഡിയോ കാണാന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് മനസ്സിലാവും, ഞാൻ ഒന്നും മറന്നിട്ടില്ല. അങ്ങനെ മൂപ്പരെ ഫോണ് ഞാൻ ഇതേ സെയിം ഇഷ്യൂ റിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഡാമേജ് ആയിപ്പോയി. അതായത് 6+ഓ? 6+ൻ്റെ പ്രിൻ്റ് കുറേ ഡാമേജ് ആയിപ്പോയി. അങ്ങനെ ഞാൻ ദേരയിലുള്ളൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവരൊക്കെ റിജക്റ്റ് ആക്കി. അന്ന് രാത്രി ഞാൻ പറ്റ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ആ ഒരു ഫോണ് ഡാമേജ് ആയിപ്പോയി എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കിങ്ങനെ വന്ന്. പിന്നെ ഞാൻ അന്ന് തീരുമാനിച്ചാണ് ഒന്നെങ്കിൽ ഈ ഫീൽഡിൽ ബെസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഈ ഫീൽഡ് ഒഴിവാക്കുക. അങ്ങനെ സുലൈമാൻ ഖാൻ എന്ന ആളാണ് നിങ്ങളുടെ ടേണിംഗ്. അതാണ് നമ്മുടെ ഇന്നും സുലൈമാൻ ഖാനോട് നല്ല രീതിയിലാണ് നമ്മൾ. അതിന് ശേഷം ഞങ്ങൾ കണ്ടിരുന്നു മൂപ്പര് ഫോൺ അഗൈൻ റിപ്പയർ തന്നിരുന്നു. മൂപ്പര് കൊടുവള്ളി ഇല്ല എന്ന് സംശയമുണ്ട്. പല ടെക്നീഷ്യന്മാർക്കും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. എൻ്റെ ലൈഫിൽ ഒരു സാംസങ്ങിൻ്റെ E5 എന്ന് പറഞ്ഞ മോഡലായിരുന്നു. ടച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഡാമേജ് ആയിപ്പോയി. LED ഡിസ്പ്ലേ തോന്നുന്നു വരുന്നത്. അതെൻ്റെ കയ്യിൽ നിന്ന് ഡാമേജ് ആയപ്പോഴാണ് ഞാൻ എന്താക്കുന്നത്, മനസ്സിലാക്കുന്നത് അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റി കസ്റ്റമറുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി. അവിടുന്ന് മുതൽ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ആ കസ്റ്റമറുടെ പേര് എനിക്ക് കൃത്യം പറയാൻ ഓർമ്മയില്ല. ഓക്കെ. അങ്ങനെ എന്തായി, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച സമയത്ത്
നമ്മളെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ദേരയിലെ. 2 സ്ഥാപനങ്ങളുണ്ട് ദേരയിലെ. ഈ 2 സ്ഥാപനങ്ങളിലും ഞാൻ പോയി അന്വേഷിച്ച് ഇവിടെ പഠിപ്പിച്ചിരുന്നില്ലേ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരാം, പക്ഷേ നോ ഗ്യാരണ്ടി. അതായത് നിങ്ങൾ പഠിക്കുമല്ലോ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചു തരും, ഇത്ര എമൗണ്ട് ഇത്ര മാസം, നമുക്കൊരു ഗ്യാരണ്ടി വേണം. ഇത്ര എമൗണ്ട് ഏകദേശം അന്ന് അവർ ചാർജ് ചെയ്ത് 2 ലക്ഷം രൂപ അടുത്താണ്, ഇന്ത്യൻ മണി 2 ലക്ഷം. അതിലും ഗ്യാരണ്ടി ഇല്ല. പിന്നെ ഞാൻ ഓൺലൈനിൽ അന്വേഷിച്ചു എവിടെയാണ് ബെസ്റ്റ്. എനിക്ക് ബെസ്റ്റ് ആണ്, എനിക്ക് ബെസ്റ്റ് മാസ്റ്റർ എടുത്ത് ബെസ്റ്റ് കോഴ്സ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ കുറേ ഈ ഐ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഞാൻ 2017 സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതെ, ഞങ്ങൾ 2017 ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചെടുത്തു, ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ. അന്നൊന്നും മൂപ്പരത്ര വലിയൊരു മാസ്റ്റർ അല്ല, ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, ടെക്നീഷ്യനായിട്ട്. അങ്ങനെ കുറേ മാസ്റ്റേഴ്സിനോട് അന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്തതാണ് വൈമാൻ ലാവു പറഞ്ഞ മാസ്റ്റർ വൈമാൻ ലാവു. അപ്പോൾ വൈമാൻ ലാവു മൂപ്പരോട് ഡയറക്റ്റ് ചാറ്റിൽ സംസാരിച്ചു. മൂപ്പർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ചൈനക്കാരന്. അങ്ങനെ ചൈനയിൽ പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ചൈനയിൽ പോകാനുള്ളൊരു പ്രശ്നം അവിടെ കണ്ടത്, നിസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഗ്വാങ്സോന്ന് പള്ളി വളരെ ദൂരം, 6-8 മണിക്കൂറൊക്കെ റൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. പിന്നെ അതേമാതിരി ഫുഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഹലാലായ ഫുഡ് കുറവാന്നില്ലേ. ആ ഒരു പ്രശ്നം കൊണ്ട് എന്ത് ചെയ്തു, ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ വൈമാൻ സാറ് ഏകദേശം 1 വർഷത്തിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ച്, ഞാൻ ഇവിടെ മലേഷ്യയിൽ എന്തുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്, അവിടെ ഞങ്ങൾ ഒരു ഇതുണ്ട് കൊളാബ് ചെയ്തിട്ടുള്ള വിക്കിമൊബിയിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മലേഷ്യയിൽ പോയിട്ട് മലേഷ്യയിൽ നിന്ന് പഠിച്ചിട്ടാണ് പിന്നെ ഒരു ചേഞ്ച് ആയത്. ഏത് ഇയർ ആയിരുന്നു അത്? 2017. അപ്പോൾ ആ സുലൈമാങ്ക എന്ന ആളൂടെ തുടങ്ങി 6+ എന്ന ഫോൺ ഡെഡ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് വിക്കിമൊബി വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. ഓക്കെ. അപ്പം അന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിനോ? ഇല്ല, ഇൻസ്റ്റാഗ്രാം അതിന് ശേഷം ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്. ക്ലാസ് കഴിഞ്ഞ് ഓൺലൈനിൽ ഇങ്ങനെ, അതായത് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടായിന്, ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. അന്നൊക്കെ ഫേസ്ബുക്കാണ്, ഇന്ന് ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യുന്നതിൽ കുറവാണ്. പക്ഷേ അന്ന് ഫേസ്ബുക്കായിരുന്നു. ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. അതിന് ശേഷമാണ് പിന്നെ കുറേ, അന്ന് ഇൻസ്റ്റാഗ്രാം ഞാൻ അത്ര ഇതല്ല, ഫെമിലിയർ അല്ല അന്ന്. എനിക്ക് അത്ര ഒരു യൂസ് ചെയ്യാനൊരിതില്ല. ഇൻസ്റ്റാഗ്രാം ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാനും ഒരു കാരണം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണത്. പൈസ ഇടപാടിൻ്റെ ഒരു കാര്യം അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണത്. അങ്ങനെയാണ് ഈ ഒരു മല്ലു ടെക് പറഞ്ഞ ഒരു അക്കൗണ്ട് വരുന്നത്. അപ്പം അതിനൊരു കാരണക്കാരുണ്ട് എന്നാണ് പറയുന്നത്? അതിനൊരു കാരണക്കാരുണ്ട്. അത് എന്താ പറയുക, അതൊരു ടെക്നീഷ്യൻ ആയിരുന്നു. അദ്ദേഹം നമ്മളെ ഷോപ്പിൽ വന്ന് റിപ്പയർ ചെയ്തിട്ട് പിന്നെ കുറച്ച് ക്യാഷിൻ്റെ പേയ്മെൻ്റ് ഒക്കെ തരാണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെ ഒരു പബ്ലിക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റായിട്ട് വീഡിയോ ചെയ്തത്. എടുത്ത് പറയേണ്ട ഒരാൾ ഷംസു നമ്മളെ പുത്തനത്താണിയിലെ ബിഫിക്സിലെ ഷംസു. മൂപ്പര് അദ്ദേഹം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമറയിലേക്ക് നോക്കണം, കുറച്ച് ഫേസ് ഇങ്ങനെ ആവണമെന്നുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഒരു ബ്രദറിനെ പോലെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ആളുകളൊന്നും പൊതുവെ ടെക്നീഷ്യന്മാരാണ്, നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്നോ അതല്ല അതിൻ്റെ ലൈവിൻ്റെ രീതി എങ്ങനെയെന്നുള്ള കറക്റ്റ് അറിയണമെന്നില്ല. നിങ്ങൾ പല കാര്യങ്ങളും പബ്ലിക്കിലായിട്ട് പറയാറുണ്ട്. പല ടെക്നീഷ്യന്മാർക്കും അത് മാനസികമായിട്ട് വേദന ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ബേക്ക് ക്ലാസിൻ്റെ വിഷയങ്ങളിലായിക്കോട്ടെ, പിന്നെ മറ്റു ടെക്നീഷ്യന്മാരുടെ അടുത്ത് വന്ന കംപ്ലൈൻറ്റുകൾ നിങ്ങളത് പരസ്യപ്പെടുത്തുന്ന രീതികളായിക്കോട്ടെ, അതൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ടെക്നീഷ്യന്മാരുടെ കേസിൽ നോക്കുമ്പോൾ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നത് മാത്രമല്ല, കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഈ ടെക്നീഷ്യന്മാരെല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് ആക്കുന്ന ആൾക്കാരാണോ എന്നുള്ളൊരു ചിന്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിന് 2 വശങ്ങളുണ്ട്. 2 വശങ്ങളില്ലാണ്ട് ഒരു കോയിനാവില്ല. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരിക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഒന്ന് പറഞ്ഞത് ലേസറിൻ്റെ കാര്യമാണ്. ഓക്കെ. ബേ ഗ്ലാസ് ഈ ഐഫോൺ X മുതൽ 8 മുതലാണല്ലോ ബേ ഗ്ലാസ് വന്നത്. ഓക്കെ. ഈ 8 മുതൽ ബേ ഗ്ലാസ് ബ്രോക്കൺ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫോൺ അയക്കാണ്ട് നമ്മൾ ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഗ്ലാസ് പീസുകൾ എന്ത് ചെയ്യും, ക്യാമറക്കകത്തും ഡിസ്പ്ലേൻ്റെയും ബാറ്ററിൻ്റെ അകത്തും പോയിരിക്കും. ഇതുമൂലം ക്യാമറ ഡാമേജ് ആവാനും ഡിസ്പ്ലേ ബാറ്ററി ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. കുറേ എനിക്കിങ്ങനെ ബാറ്ററി ബൾജായിട്ടുള്ള സാധനം വരും, ഫോൺ ഡിവൈസ് വരും, അയക്കണ സമയത്ത് ഗ്ലാസ് ഉണ്ടാവും, ഗ്ലാസ് ബോഡി ഉണ്ടാവും, ശരിക്കും ബാറ്ററി ബ്ലാസ്റ്റ് ആവാൻ വരെ ഇത് ചാൻസ് ഉണ്ട്. അപ്പോൾ
ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ആൾക്കാർ ലേസർ എന്നുള്ളൊരു പോയിന്റ് മാത്രം എടുത്തിട്ടാണ് ഫോൺ അയക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം എടുക്കണില്ല. ലേസർ എന്നുള്ളൊരു വിഷയം മാത്രം എടുത്തിട്ടാണ് എന്നെ വിമർശിക്കുന്നത്. ഇപ്പോൾ ലേസറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് ലേസർ വാങ്ങുന്നത് നമ്മളാണ്. ഓക്കെ, അതായത് BST എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടായിരുന്നു. BST ഓക്കെ, ഇപ്പോൾ ഗ്ലാസ് ചേഞ്ചിങ്ങിലൊക്കെ ഫേമസ് ആയൊരു മെഷീനാണ് BST. അവരൊരു ലേസർ മെഷീൻ ഉണ്ടായിരുന്നു. അത് BSTൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, വേറൊരു കമ്പനീൻ്റെത് BST ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ്. ആ സമയങ്ങളിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു. ഗ്ലാസിൻ്റെ പൊടി ഗ്ലാസ് എന്തായാലും അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ലേസർ ചെയ്യുമ്പോഴേക്ക് തന്നെ എല്ലാ പീസും കൃത്യമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും നമ്മൾ മാനുവലി എന്താക്കേണ്ടി വരും, അത് പൊളിച്ചെടുക്കേണ്ടി വരും. ചെറിയ പൊടികൾ അവിടെയും ഇവിടെയൊക്കെ ഉള്ളിൽ കുടുങ്ങാറുണ്ട്. അത് കുടുങ്ങിയാൽ നമ്മൾ പിന്നെ അയച്ച് പിന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അനസ് പറഞ്ഞു വരുന്നത് ഫസ്റ്റ് തന്നെ അത് അയച്ചിട്ട് എല്ലാം മാറ്റി വെക്കേണ്ട പാർട്സുകളൊക്കെ പുറമെ മാറ്റി വെച്ച് ലേസർ ചെയ്തതിനു ശേഷം പിന്നെ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യമാണ്. അതെ, അത് അങ്ങനെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യമാണത്. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കുന്ന രീതിയാണ്. അത് നമ്മളെ ആൾക്കാരെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് എന്താണെന്നില്ല ആൾക്കാർക്ക് മനസ്സിലാക്കില്ല. അതിലെന്ത് വിമർശനം ഉണ്ടാക്കാന്നില്ല മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ. അത് ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഹെൽത്തി ആയ രീതിയിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അയാളിപ്പോൾ പറയണ്ടല്ലോ, ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഗതി എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ള സാധനം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം 100% ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എന്ത് വസ്തുതകൾ ഞാൻ പറഞ്ഞ നിങ്ങൾ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിലും ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് എനിക്ക് 100% പ്രൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളാണത്. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കാരണം ടെക്നീഷ്യന് മനസ്സിലായെങ്കിൽ കൂടിയിട്ടും ഈ ഒരു വിമർശിക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വിഷയങ്ങൾ വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സം ടൈപ്പ് ഓഫ് ടെക്നീഷ്യൻസ്, എല്ലാവരും നമ്മൾ അങ്ങനെ പറയണില്ല. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അതിൽ പല ആൾക്കാർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരു വിമർശിച്ചേക്കാം എന്നുള്ള പൊതുവെ വിമർശനാണെന്നുള്ള നിലക്ക് വിമർശിക്കുന്ന ആൾക്കാരും ശരിക്കും വിമർശിക്കണം. പക്ഷെ അതൊരു തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് ചെയ്തിട്ടോ ആവരുത്. ഹെൽത്തിയായ രീതിയിൽ നമുക്ക് വിമർശിക്കാൻ പറ്റും. അത് നമ്മളെ കുറവാണ് ആൾക്കാരിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ടെക്നീഷ്യന്മാരെ ഞാൻ വിമർശിക്കുക, വേറെ റിപ്പയർ ചെയ്ത് ഞാൻ ഒരിക്കലും ഒരു സ്ഥാപനത്തെയോ ഒരു പേഴ്സണൽ ടെക്നീഷ്യനോ പോയിന്റ് ചെയ്തിട്ട് ഞാൻ പറയലില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളെയും ഇന്ന് ചെയ്യുന്ന ടെക്നീഷ്യന്മാരെയും അങ്ങനെ പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ പോയിന്റ് ചെയ്തിട്ടോ ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കസ്റ്റമർ വരുമ്പോൾ ഇയാളെങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഞാൻ അപ്പോഴും നമ്മളൊരു ഈ ഒരു ഫീൽഡിനെ ഒരു ക്വാളിറ്റിയുള്ള ഫീൽഡാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ആ ചെയ്ത വ്യക്തിക്ക് അത് മനസ്സിലാവും. യെസ്, എൻ്റെ അടുത്ത് നിന്നാണല്ലോ അത് പറ്റിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പുള്ളി അത് മാറ്റം കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഓക്കെ, നിങ്ങൾ ഇൻറ്റൻഷൻ കറക്റ്റാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ്. പക്ഷെ അത് മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മനസ്സിലാക്കുന്ന രീതിയും അത് ചിലപ്പോൾ നിങ്ങളെ സംസാരത്തിൽ വരുന്ന ആ രീതിയും പിന്നെ നിങ്ങൾ മൊത്തം വിമർശനമെന്നുള്ളൊരു മനസ്സ് കാണുമ്പോഴുള്ളൊരു വിഷയം മാത്രമാണ് അത്. ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്ന് വെച്ചാൽ യോജിക്കുന്നുണ്ടെന്നും ഇല്ലയെന്നും എനിക്ക് ഒരേ സമയം പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നാണയത്തിൻ്റെ രണ്ട് വശം എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണത്. ഒരുപാട് ഗുണങ്ങളാണ് അതിലുള്ളത്. കാരണം ആ ടെക്നീഷ്യന് മാറും, കസ്റ്റമേഴ്സിന് അവയർനെസ്സും ആവും. അതിൻ്റെ മറുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു ഈ ടെക്നീഷ്യന്മാരെല്ലാവരും അടുത്ത് കൊടുത്താൽ എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് ആവോ എന്നുള്ളൊരു സാധനം കൂടെ അവിടെ വരുന്നുണ്ട്. ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ വ്യക്തിയും കസ്റ്റമേഴ്സാണ്. ഈ ടെക്നീഷ്യനാണെന്നുണ്ടെങ്കിലും കസ്റ്റമറാണ്. എവ്രിബഡി, എല്ലാവരും ഈ ലോകത്തിൽ കസ്റ്റമേഴ്സാണ്. ഒരു ഫോണ് ചിലപ്പോൾ ഒരു കസ്റ്റമർ വാങ്ങുന്നത് വളരെ എന്താ പറയുക കുറേ ഇടങ്ങാറായിട്ടേ കാരണം. ചിലപ്പോൾ ഓരോരുത്തർക്കും ഐഫോൺ വാങ്ങാനുള്ള ഒരു ഡ്രീമാണ്. ഇന്നത്തെ ഈ പ്രത്യേകിച്ച് ഒരു യൂത്തിലൊക്കെ പറയുമ്പോൾ ഒരു ഡ്രീമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ലാസ്റ്റ് വന്നൊരു കേസ്, ബാക്ക് ഗ്ലാസ് മാറ്റിയിട്ട് ബോർഡ് ഷോർട്ടായിട്ട് CP വരെ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഞാനൊരു കസ്റ്റമറാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട്. ആ ബൈക്ക് ഞാൻ ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കോഴിക്കോട് സർവീസാണ് ഞാൻ ചെയ്യല്. കോഴിക്കോട് വന്ന് സർവീസ് ചെയ്തിട്ട് അവരെ മിസ്റ്റേക്ക് കൊണ്ട് എന്ത് ചെയ്തു, ആ സാധനം നാശമായിപ്പോയി. എന്നിട്ട് പക്ഷെ ഞാൻ ആസ് എ കസ്റ്റമർ ഞാൻ അറിയണ്ടാവില്ല, ചിലപ്പോൾ അവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ആരും അറിയാണ്ട് പോവാണ്. ഇതേ സാധനം തന്നെ ഒരു ടെക്നീഷ്യൻ വന്ന് പുറത്തിടുന്ന സമയത്ത് അത് അറ്റ്ലീസ്റ്റ് എനിക്കൊരു കംപ്ലൈൻ്റ് എങ്കിലും ചെയ്യാൻ പറ്റും, എനിക്കതിന് നീതി കിട്ടും. ഓക്കെ, ഒരു നീതി പറഞ്ഞ സാധനമല്ലോ, അതെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ ആ ഒരു ഇതിലാണ് എന്ത് ചെയ്യണത്. അപ്പോൾ ഇനിയൊരു കസ്റ്റമറെ അടുത്ത് നിന്നും ഒരു ടെക്നീഷ്യൻ എന്ത് ചെയ്യരുത്, അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ആ കസ്റ്റമറെ ഫോണും ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ഒരു കസ്റ്റമറെ ഫോണ് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പഠിക്കണം. ചില സ്ഥലത്ത് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല.
അപ്പോൾ അവർ യൂട്യൂബ്, ഗൂഗിള്, മറ്റ് പല ടെക്നീഷ്യൻ്റെ സഹായങ്ങൾ അതൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അവർക്കൊരു കംപ്ലയിൻറ്റ് ഫൈൻഡ് ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് പറയാം, കസ്റ്റമറോട് പറയാം, ഇത് ഇന്ന കംപ്ലയിൻ്റ് ആണ്, ഇത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, ഇത് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ എന്നെ ഷോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഹെൽത്തി ഈ മേഖലയെ ഒന്ന് സ്ട്രോങ് ആക്കുന്ന കാര്യമാണ്. പിന്നെ ഈ വരുന്ന കസ്റ്റമർ പിന്നെ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. അതെ, ഒരിക്കലും കസ്റ്റമർ മിസ്സാകുന്നില്ല. കാരണം ഈ കസ്റ്റമർ അവിടെ പോയി ഫോൺ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കൊടുത്ത് ഫോൺ റെഡി ആയിട്ടോ, അത് എപ്പോഴേക്കും പറയാം, അടുത്ത ഫോണ് കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ അടുത്ത് വരുമ്പോഴേക്കും പറയാം, അടുത്തേക്ക് വരും, മറ്റേ ഫോൺ ഞാൻ അവിടെ നിന്ന് റെഡി ആക്കിട്ടോ, വല്ല റെഡി ആയില്ല കേട്ടോ, അതിവിടെ പറയും. അപ്പോൾ ഒരിക്കലും കസ്റ്റമർ മിസ്സാവുകയല്ല ചെയ്യുന്നത്, കസ്റ്റമർ കൂടുക ചെയ്യുന്ന കാര്യം ടെക്നീഷ്യന്മാർ മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അറിയാത്ത കാര്യങ്ങളിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് കസ്റ്റമർ ഡാറ്റ വെരി ഇമ്പോർട്ടൻസ് അല്ലേ. ഡാറ്റ ഇമ്പോർട്ടൻ്റ്. വലിയ ഫോണുകളുണ്ടാവും, ഫോണിൻ്റെ പൈസയിലുപരി അതിൽ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ മെമ്മറീസ്, അവരുടെ ഡാറ്റാസ് ഒരു പ്രോമിൻ്റെ വിഷയം കൊണ്ട് നിസ്സാരമായിട്ടൊരു ഹീറ്റിൻ്റെ ഒരു ഹെയറിൻ്റെ വിഷയം കൊണ്ട് അത് മിസ്സായി പോകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ ഡാറ്റൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ ദുബായ് മാളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദുബായ് മാളിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു സൗദി ലേഡിയാണ്. ഈ സൗദി ലേഡി വന്നിട്ട് അവരുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അല്ല പഴയ മെമ്മറീസ് ഒരുപാട് ഈ ഫോണിനകത്തുണ്ട്. iPhone X വന്ന് അങ്ങനെ അവരെ കണക്കിൽ ആപ്പിൾ സ്റ്റോറിൽ എവിടെ പോയപ്പോൾ ഈ ഫോൺ റീപ്ലേസ് ചെയ്യണം. അന്ന് ഈ ഡിസ്പ്ലേ മാറുന്ന പരിപാടി ഇല്ല. ഡിസ്പ്ലേ ബാറ്ററി മാറുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത് വന്ന സംഭവം. യൂറോപ്യൻ യൂണിയന്റെ ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷം റൈറ്റ് ടു റിപ്പയർ അങ്ങനെ എന്തൊക്കെ സംഭവം ഒക്കെ. ആ സമയത്ത് ഡാറ്റാസ് പോകുമെന്ന് പറഞ്ഞിട്ട് ഈ കസ്റ്റമർ എവിടെയും റിപ്പയർ ചെയ്തില്ല. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാൻ നമ്മുടെ ട്രെയിനിങ് ഒരു ഹായ് ബൈ, എല്ലാവരോടും ഹായ് ബൈ പറഞ്ഞ് കസ്റ്റമറൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇവർ നമ്മളെ ഷോപ്പിലേക്ക് വരികയും ഈ ഒരു ഫോൺ കണ്ട് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരെ മുന്നിൽ തന്നെ റിപ്പയർ ചെയ്യണം. അങ്ങനെ ഞാൻ ആ ഡിവൈസ് അവരെ മുന്നിൽ നിന്ന് ഡിസ്പ്ലേ ജസ്റ്റ് സിമ്പിൾ iPhone Xന്റെ ഡിസ്പ്ലേ മാറ്റി കൊടുക്കുക, അത്രേ. അന്നും ഞാൻ ട്രൂ ടോൺ ചെയ്യുന്നുണ്ട്. ട്രൂ ടോൺ റീഡ് ആൻഡ് റൈറ്റ് ആണ് നമ്മളവിടെ. ശരിക്ക് ട്രൂ ടോൺ 7+ അല്ലേ, 8-ലാണല്ലേ, 8 മുതൽ. പക്ഷെ അന്നും ട്രൂ ടോൺ എന്നുള്ള സാധനം നമ്മൾ അറിയില്ല, ചിന്തിക്കുന്നതും കൂടെ അല്ല ആൾക്കാർക്ക്. പിന്നെ ഈയിടെ ഒരു സെക്കൻഡ് സെയിൽ കുറച്ചും കൂടെ മാർക്കറ്റിൽ വന്നേരാണ് ഈ ട്രൂ ടോൺ എന്നുള്ള സാധനങ്ങൾ ആളുകൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ഡിസ്പ്ലേ മാറ്റി കൊടുത്ത് അവർക്ക് ഫോൺ ഓണായി, ആ ഓണായിട്ട് ഗാലറി എടുത്തിട്ട് ആ ലേഡി അവിടെ നിന്ന് കരയാണ്. ആ കരഞ്ഞിട്ട് ആ പൈസ പേയ്മെന്റ് ചെയ്ത് 100 ദിർഹംസിന്റെ കയ്യിൽ തന്നിക്കാണ് ടെക്നീഷ്യന്. അവര് ഒരു ടിപ്പ് പറഞ്ഞിട്ട് കയ്യിൽ 100 ദിർഹംസ് തന്നിട്ട് പിന്നെ അവരങ്ങനെ പോവാ, കരഞ്ഞോണ്ട പോണേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യം ചെയ്ത്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഡാറ്റാസ് അറിയണേ. അപ്പൊ ഇതുപോലെ മെമ്മറീസിൽ ഒരുപാട് ഫോൺസ് ഉണ്ടാവും. കാര്യമാണ് ഈ ഫോണാണ് അറിവില്ലായ്മ കൊണ്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും നമ്മളെ പല ടെക്നീഷ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ട് നാശാക്കണത്. അതിനെതിരാണ് ഞാൻ സംസാരിക്കുന്നത്. സോണിയുടെ ഫോൺ പൊതുവേ കുറച്ച് കോംപ്ലിക്കേഷനാണ്. അത് സർവീസ് ചെയ്യാനും അതിൻ്റെ ഡിസ്പ്ലേ മാറ്റുക എന്താണ് തന്നെ. ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സാധനം അയച്ചിറക്കിയിട്ട് വേണം തിരിച്ച് കയറ്റാൻ. ഭയങ്കര കോംപ്ലിക്കേഷൻ ഒരു മോഡലാണ് പഴയ സോണിയുടെ മോഡലുകളൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ എനിക്ക് ഇതേപോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കസ്റ്റമർ വന്നിട്ട് അവർ ഉമ്മയുടെ മെമ്മറീസ് ഉള്ളൊരു ഫോണാണ്, അവരെൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. ആ ഫോൺ ഡെഡായി പോവോ അല്ലെങ്കിൽ ആ ഫോൺ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള നിലക്ക് അവർ ഉമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ ഈ ഫോൺ ഓണായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ സംഭവം സ്ക്രീനിൽ ആ ഉമ്മൻ്റെ വാൾപേപ്പറാ. പുള്ളി അത് കണ്ടപ്പോൾ പുള്ളി കരയാണ്. ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ, അല്ല ഇത് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇതിന് വലുത് എനിക്ക് ഒന്നും ഇല്ലാന്ന്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഉമ്മൻ്റെ കേസ് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാകും ആളുകൾ ഡിവൈസിൽ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ അറിയുന്ന ആളുകൾ ചെയ്യാന്നുള്ളതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മാക്സിമം അറിയുന്ന ആൾക്കാർ ചെയ്യുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും അവരുടെ നിന്ന് സംഭവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ പ്രതിവിധി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ല. ആ കസ്റ്റമർ നല്ല രീതിയിൽ അവിടെ നിന്ന് പിരിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കസ്റ്റമർ എന്ത് ചെയ്യില്ല, വേറെ ഷോപ്പിൽ റിപ്പയറിന് കൊടുക്കൂല. അതാണ് ഇതിന്റെ കറക്റ്റ് പോയിന്റ്. അതെ, ഈ സാധനം കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റുന്നുള്ള സാധാരണമാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ 6+, അതെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയ കേസാണ്. പക്ഷെ അതിപ്പോഴും ആ വ്യക്തിയായിട്ട് നിങ്ങൾ കോൺടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പറയാം ഇതിങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹീറ്റോ ഹെയറോ കൂടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഓൾറെഡി വാട്ടർ ഡാമേജോ അല്ല പല കേസിലുള്ള കേസ് ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ കൂടെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഈ ടെക്നീഷ്യനും കൂടാണെങ്കിൽ ഒരു വിഷയമില്ല അവിടെ. അതെ, ഈവൻ കംപ്ലൈന്റ് ആക്കിയ പേര് അവിടെ വരൂല. നേരെ മറിച്ച് ഇത് പേര് ദോഷവും വന്നു, കസ്റ്റമർ ഡാറ്റയും പോയി, മൊത്തത്തിൽ വിമർശനമായി. ആകെ ആ ഒരു വർക്കുകൊണ്ട് ഗ്രോത്തിന് പകരം ഡീമോട്ടിവേഷൻ ആയിട്ടും ആ സ്ഥാപനത്തിനും എല്ലാത്തിനും മാറി വിഷയം വരും. നല്ലോണം വിഷയം. ചിലപ്പോൾ 1000 സെറ്റ് നന്നാക്കിയ സർവീസറായിരിക്കും അത് 1001ാമത്തെ കേസായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ആ ഒരു സെറ്റിന്റെ കേസ് കൊണ്ട് അദ്ദേഹത്തിനും
അതിൻ്റെ ഷോപ്പിനും അതായത് വ്യക്തിപരമായിട്ടൊക്കെ വിഷയങ്ങൾ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇങ്ങനത്തെ സമ്പ്രദായം ഉണ്ടോ? ടെക്നീഷ്യന്മാർക്കൊരു ടിപ്പ് കിട്ടിയ എത്ര ടെക്നീഷ്യന്മാരെ നിങ്ങൾ അറിവിലുണ്ട്? കേരളത്തിൽ ടെക്നീഷ്യന്മാരെ ടിപ്പ് കിട്ടിയ വളരെ കുറവാണ്. കറക്റ്റാണ്. എൻ്റെ ഒരു ഒന്നാമത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ര ടെക്നീഷ്യന്മാരോട് അങ്ങനെ നമ്മൾ ഡെയിലി വിളിച്ച് സംസാരിക്കലൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ, വളരെ കുറവാണ് ടിപ്പ് കിട്ടണ, വളരെ കുറവാണ്. മേ ബി എറണാകുളം, ഈ കാലിക്കറ്റ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ സിറ്റികളിലൊക്കെ ചിലപ്പോൾ കിട്ടണം. ഒന്നാമത് നമ്മളൊരു കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് ഞാനൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. അത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച ആൾക്കാർക്ക് ഒന്നുകൂടിയും കണക്റ്റ് ആവും. നമ്മളൊരു കൾച്ചർ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടിപ്പ് കൊടുക്കുക എന്നുള്ളൊരു സംഭവം നമ്മളവിടെ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ ഷോപ്പിലെ സ്റ്റാഫാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വരികയെന്നുണ്ടെങ്കിൽ തന്നെ ആ കസ്റ്റമർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ഒരു കുട്ടി, ആ കസ്റ്റമറെ കൂടെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക, ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക, ഇങ്ങനത്തെ സംഗതികളൊന്നും കറക്റ്റാ നമ്മളവിടെ കണ്ടിട്ടില്ല. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരുപാട് ആളുകൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് അവരെ സർവീസ് സെന്ററിൽ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഫസ്റ്റ് അവർ എനിക്കൊരു കുപ്പി വെള്ളം തരിക, ഒരു ചെറിയൊരു കുപ്പി വെള്ളം തന്നിട്ട് കുടിക്കുന്ന ആദ്യം പറയാം, അല്ലെങ്കിൽ ഇരിക്കുന്ന പറയാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യം കമ്മ്യൂണിറ്റി തുടങ്ങുന്നത് തന്നെ. അതെ. പക്ഷെ നമ്മൾ ഇവിടെയുള്ള സർവീസ് സെന്ററിൽ അത് വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. വേറൊന്നുണ്ട്, നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണ്ടോ? ശരിക്കും 30 സെക്കൻഡ് ഒരു സാധനം ഉണ്ടല്ലോ, ഈ 30 സെക്കൻഡിനുള്ളിൽ നമ്മളൊരു അറ്റൻഷൻ കൊടുക്കണം. പക്ഷേ അറ്റൻഷൻ കൊടുക്കുന്നില്ല. പല ആളുകളും മുഖത്ത് പോലും നോക്കുന്നില്ല. ഒരു ഹാപ്പി അല്ല ആൾക്കാർ, എന്താ അറിയില്ല, ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ടെൻഷനാണ്. രാവിലെ തന്നെ സർവീസിന്റെ ഉള്ളിൽ കയറിയിട്ട് രാവിലെ ആവുന്നതോ രാത്രി ആവുന്നതോ ഉച്ച ആവുന്നതോ ഒന്നും അറിയില്ല അല്ലേ? വെറുതെ ഒരു ഒഴുക്കിന് അങ്ങോട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അതെ. ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും പുറത്തിറങ്ങുക, ഒന്ന് പള്ളിയിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ, ഈവൻ ഒരു വാച്ച് നോക്കാൻ പോലും സമയമില്ലാത്ത ടെക്നീഷ്യന്മാർ ഉണ്ട്. ഒരു വർക്കുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അതുമായിട്ട് നമ്മളെ കെട്ടിമറിയാന്ന് പറയും, അതുമായിട്ട് അങ്ങോട്ട് എഫേർട്ട് എടുത്ത് കെട്ടിമറിയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തൊരു സാഹചര്യം കൂടെ വരുന്നില്ല. അതിൽ മെന്റൽ ഹെൽത്ത് ഇല്ല, നമ്മളെ ശരീരം നമ്മൾ നോക്കണില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ടൈം നമ്മൾ ഒരു സെൽഫ് ലവ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല, ഒന്നുമില്ല. ആൾക്കാർ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു ഇതിലാണ്. പക്ഷെ എന്നാലും ആൾക്കാരെ ഹാപ്പി അല്ല. അതാണ് ഞാൻ കാണുന്നത്. സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ടോ, പക്ഷെ ഹാപ്പി അല്ല അല്ലേ? സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സത്യം പറയുന്നുണ്ടെങ്കിൽ ഈ ക്ലിനിക്കിൽ ഡോക്ടേഴ്സൊക്കെ അതിലേറെ എമൗണ്ട് നമ്മൾ ടെക്നീഷ്യന്മാർ ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് നമ്മൾ ടെക്നീഷ്യന്മാർ ഉണ്ടാക്കുന്നുണ്ട്. കറക്റ്റാ. കാരണം ഈ ഒരു റിപ്പയറിംഗ് മേഖല എന്നുള്ള സാധനം റിപ്പയറബിലിറ്റി കൂടി. അതെ, മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി. മുമ്പൊക്കെ നമുക്കിപ്പോൾ ഒറിജിനൽ ഡിസ്പ്ലേകളൊക്കെ ദുബായോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ സപ്ലൈസ് എന്ത് വെക്കൽ തുടങ്ങി, ഒറിജിനൽ ഡിസ്പ്ലേ വെക്കൽ തുടങ്ങി. എസ്പെഷ്യലി ഐഫോൺസിന്റെ ഓരോ പാർട്സ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ഒറിജിനൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ റിപ്പയറബിലിറ്റി കൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ. പക്ഷെ എന്നിട്ട് പോലും എന്തില്ല, പ്രോഫിറ്റ് വരുന്നില്ല എന്നുള്ളൊരു കേസ്. ശരിക്കും പ്രോഫിറ്റ് വരുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് വരാത്തല്ല പ്രശ്നം, പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടെക്നീഷ്യനെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അയാൾക്ക് ഒരു 50,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 60,000 രൂപൻ്റെ എക്സ്പെൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിലെ പ്രശ്നം. മണി മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം നന്നായിട്ട് നമ്മുടെ ടെക്നീഷ്യന്മാർക്കുണ്ട്. നമുക്ക് ഞാൻ നേരിട്ട് നോക്കുന്ന ഒരു 21 സർവീസ് സെൻ്ററുകളുണ്ട്. ഓക്കെ, ഞാൻ ചില സർവീസ് സെൻ്ററിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവും, പ്രോഫിറ്റൊക്കെ അവിടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യും, പ്രോഫിറ്റൊക്കെ ഉണ്ടാവും. ഒരു സ്പെയർ ആറ് ബില്ലും ആയിട്ട് വരുന്ന സമയത്ത് മൈനസ് ആയിരിക്കും. എസ്പെഷ്യലി സ്പെയർ ആറെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്. ആ പൈസ കൊണ്ട് റോൾ ചെയ്യുന്ന ഷോപ്പുകാരുണ്ട്. അതൊക്കെ ഭയങ്കര ഫോൾട്ടല്ലേ? ഭയങ്കര ഫോൾട്ടാണ്. ഒരിക്കലും നമ്മളൊരു വേറൊരാളൊരു പൈസ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിൽ ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മന്ത്ലി പേയ്മെൻറ്റ് അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെൻറ്റ് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോകരുത്. കാരണം അങ്ങനെ ആവണ സമയത്ത് നമുക്കൊരു 1000 രൂപക്ക് കിട്ടണേ, റെഡി ക്യാഷിൽ 1000 രൂപക്ക് കിട്ടണേ സാധനം അവർ നമുക്ക് വില്ലട 1100 1200 കറക്റ്റാ. നമ്മൾ റെഡി ക്യാഷിനാണ്. ഇപ്പോൾ രാവിലെ സാധനം വാങ്ങി, ഉച്ചയ്ക്ക് സാധനം വാങ്ങി, വൈകിട്ട് ക്ലോസിംഗ് ആണെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് എന്ന സാധനം ഉണ്ട്. നമ്മൾ പ്രൈസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആ ഒരു ഡിസ്കൗണ്ട് മാത്രം മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ആ ഒരു സപ്ലയർ ഹെൽത്തി ഒരു ബന്ധം നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് സാധനം എത്തിച്ചേരും.
ഇപ്പോൾ റെഡി ക്യാഷ് കിട്ടുന്ന ഒരു എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും ഒരു എക്സ്ട്രാ ആക്റ്റീവ് ആയ ആൾക്കാർ നമുക്ക് പെട്ടെന്ന് സാധനം എത്തിച്ചേരാണ്ടാവും. ബസ്സിനാണെന്നുണ്ടെങ്കിൽ ബസ്സിന് വിട്ടുതരും, അങ്ങനത്തെ സംഗതികൾ. പൊതുവേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്, ഒരു സ്പെയർ വെക്കുന്ന ആളുകളായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധം അധിക ടെക്നീഷ്യന്മാർക്കും ഇല്ല എന്നുള്ള സംഭവമുണ്ട്. ഒരു ഡിസ്പ്ലേൻ്റെ കേസ് റിട്ടേൺ വന്ന കേസിലായിരിക്കും ഒരു സപ്പറേറ്റ് തെറ്റിണ്ടാവുക. 1-2 വർഷം ഹെൽത്തി ആയിട്ട് ഇവരെന്തായിരിക്കും ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ഒരു ഡിസ്പ്ലേ റിട്ടേൺ കൊടുത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും ഈ സപ്ലൈയുടെ തെറ്റിണ്ടാവുക. അപ്പം അതൊക്കെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വിട്ടുവീഴ്ചയൊക്കെ തയ്യാറായിട്ട്, കാരണം ഈ സ്പെയറിൻ്റെ ആൾക്കാർ ലക്ഷങ്ങളായിരിക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം അനസ് കോമൺലി ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് ആവശ്യമുള്ള മദർ ബോർഡുകൾ, BMS പോലുള്ള കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണ്, കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. ചെറിയ ഒരു ബോക്സിലുള്ള സാധനങ്ങൾ എടുക്കാൻ എത്ര എമൗണ്ട് വേണ്ടി വരും ഉണ്ട്. അപ്പോൾ ഒരു സ്പെയറിൻ്റെ ഷോപ്പർ അവസ്ഥ എന്തായിരിക്കും? ലക്ഷങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര അവിടെ ഡെഡ് സ്റ്റോക്ക് കൊടുക്കും ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു ഹെൽത്തി ആയിട്ട് മാത്രമേ നമ്മളെ ഒരു ബാക്ക് ബോൺ ശരിക്കും പറയുകയാണെങ്കിൽ സ്പെയറിൻ്റെ ഷോപ്പറാ. ശരിക്കും ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ. കാരണം ഇപ്പോൾ സ്പെയർ ഇവിടുന്ന് അയക്കണ സമയത്ത് അയാൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മേ ബി ബൈ മിസ്റ്റേക്ക് ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്ന് ഡാമേജ് ആയിട്ടുണ്ടാവാം. മേ ബി ഈ ഡാമേജ് ആയ സാധനക്കാർ ഇവർ അയക്കുണ്ടാവാം, അങ്ങനെയും വരാം. അവിടെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ശരിക്കും സത്യസന്ധമായി ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ പറയണേ, ഇപ്പോൾ ഓക്കെ എടാ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. ഇപ്പോൾ നമ്മളെ സ്റ്റാഫിൽ തന്നെ മിസ്റ്റേക്ക്, ഈവൻ സ്റ്റാഫിൻ്റെ മേത്ത് ഞാൻ ഇടുന്നില്ല, എൻ്റെ അടുത്ത് വരെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാൻ അത്ര വലിയൊരു സംഭവം എന്ന് ഞാൻ പറയണില്ല. മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പോൾ നമ്മളെ സപ്ലയർ ഉണ്ട്, ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് സാധനം എടുക്കൽ, മലപ്പുറത്തിൽ നമ്മളെ സപ്ലയർക്ക് വിളിച്ച് പറയും, അടാ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, നീ കുറച്ച് ഡിസ്കൗണ്ട് ആക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ചെയ്തു തരും. കറക്റ്റാണത്. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് സപ്ലയറോടും സ്റ്റാഫിനോടും ഷോപ്പ് കീപ്പറോടും എല്ലാവരോടും നല്ലൊരു ഹെൽത്തി റിലേഷൻ. ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകില്ല, അവർ കൊടുക്കാനുള്ള പൈസ പെൻഡിങ് ആക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അത് വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു 1 ലക്ഷമോ അല്ലെങ്കിൽ 50,000 60,000 ബില്ല് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇയാൾ അവിടുന്ന് സാധനം എടുക്കൂല. അതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഡീലേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഹോൾസെയിൽ നമ്മൾ റിപ്പയർ ചെയ്യലുണ്ട്. റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വലിയൊരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അയാളൊരു അഡ്രസ്സ് ഉണ്ടാവില്ല, അയാൾ വേറെ കൊടുക്കണ്ടാവും. അയാൾക്ക് ഇപ്പോഴും വർക്ക് ഉണ്ട്, അന്നും വർക്ക് ഉണ്ട്, എന്നും വർക്ക് ഉണ്ട്, അയാൾ വേറെ ഷോപ്പ് കൊടുക്കും. പിന്നെ നമ്മളങ്ങനെ ആ ഒരു കടം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്ന. പ്രത്യേകിച്ച് ഈ മേഖലയിൽ പല ഡീലേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ മിസ്സാകുന്നത് ഈ ഒരു കേസിലാണ്. പൈസ ആദ്യമൊക്കെ ഫസ്റ്റ് പേയ്മെൻറ്റ് തരും, പിന്നെ പേയ്മെൻറ്റ് തരൂല. നമ്മൾ സ്പെയറിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഹോൾസെയിൽ വർക്ക് ചെയ്യുന്ന ഷോപ്പുകാരുടെ അവസ്ഥ നിങ്ങൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിസ്ക് എടുത്ത് കളിച്ച ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ അക്കൗണ്ട്സ് നോക്കുമ്പോൾ ലാസ്റ്റ് മൈനസ് ആയിരിക്കും. സത്യം. നേരെ മറിച്ച് ഈ കൊടുക്കുന്ന ഡീലർ എന്തായിരിക്കും, പ്രോഫിറ്റിലായിരിക്കും. പക്ഷെ അവർ പേയ്മെൻറ്റ് കറക്റ്റ് കൊടുക്കില്ല, കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്താണ് കുറച്ചിട്ടാണ് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒരു പരസ്പരം ഒരു ഹെൽത്തിയിൽ സപ്ലയേഴ്സ്, ഡീലേഴ്സ്, സർവീസർമാർ, ഷോപ്പ് ഓണേഴ്സ് ഇവരെല്ലാവരും ഒരുമിച്ചിട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ ഷോപ്പിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മളെ ഒരു സ്റ്റാഫിൻ്റെ അടിയിലുള്ള ഒരു പ്രശ്നം. നമ്മൾ ഒട്ടുമിക്ക ഷോപ്പിലും കണ്ടിട്ടുണ്ട്, സ്റ്റാഫും ഷോപ്പ് ഓണറും തമ്മിലുള്ള റിലേഷന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. കാരണം ഇവർ തമ്മിലൊരു നല്ലൊരു റിലേഷൻ അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ടെക്നീഷ്യനാണ്, ഞാനൊരു ഷോപ്പിൻ്റെ ഓണറാണ്, അങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ദുബായി പോയി കഴിഞ്ഞാൽ ഞാൻ ടെക്നീഷ്യനാണ്, എനിക്ക് ബോസിൻ്റെ അടിയിൽ ഞാൻ വർക്ക് ചെയ്യുക. ഇവിടെ എന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിലാണ്. അപ്പോൾ എനിക്ക് ഒരു ടെക്നീഷ്യൻ്റെ സൈഡിൽ നിന്നും കാണാൻ കഴിയും, ഒരു ഓണറെ സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ടെക്നീഷ്യൻ സ്റ്റാഫ് എന്ന് പറഞ്ഞ റിലേഷന് ഭയങ്കര ഹെൽത്തി ആയിരിക്കണം. ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ടെക്നീഷ്യൻ പറയുന്ന കാര്യങ്ങൾ, ടെക്നിക്കലായാലും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഓണർക്ക് മനസ്സിലാവണം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ബിറ്റ്, ഓക്കെ, സ്പോട്ടിങ്ങിൻ്റെ ബിറ്റ് ചിലപ്പോൾ മേ ബി പല കമ്പനീസും ഈ ബിറ്റ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ T210 പല കമ്പനീസ് നമ്മൾ ഇറക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചിലപ്പോൾ 1 മാസം വർക്കാവും, 1 വീക്ക് വർക്കാവുണ്ടാവും, 1 ഡേ വർക്കാവുണ്ടാവും. ഞാൻ ഇപ്പോൾ JBCൻ്റെ ഒരു ബിറ്റ് ധൈര്യം നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് വർക്കാവണില്ല, റിട്ടെടുത്തില്ല. 100 ദിർഹംസ്, 2200 റുപ്യേൻ്റെ വില അവിടെ പോയി. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതിയും ഇതിൽ വരും. ഇങ്ങനെ ലോസ് ഉണ്ടാവുന്നില്ല. ഒരു എന്താ പറയുക, ഒരു മുൻകരുതൽ ഈ ഷോപ്പ് ഓണർക്ക് വേണം. അതായത് കൺസ്യൂമബിളിൻ്റെ റേറ്റ് ഇപ്പോൾ നല്ലപോലെ മാറിയിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഒരു 5Dൻ്റെ ബേക്കത്തെ ഒരു സാധനവും കുറച്ച് ടിന്നറും ഒരു ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഒരു സർവീസ് സെൻറ്റർ ഓടിക്കുന്ന സ്ഥലത്ത് ഇന്ന് ആ സ്ഥലത്ത് എന്ത് വേണം, നിങ്ങൾ പറഞ്ഞ പോലെ ബിറ്റ്, ഫാൽക്കണ്, പിന്നെ PPD,
PPD ഒക്കെ നല്ല കോസ്റ്റ്ലിയാ അതെ അല്ലേ? അതും വ്യത്യസ്ത PPD-കൾ വേണം. അതെ, കുറച്ച് തുറന്നു വെച്ചാൽ പിന്നെ അത് വർക്ക് ചെയ്യൂല. അതെ, പിന്നെ അത് മാറ്റേണ്ടി വരും. മാറ്റണം. ഓണർ വന്ന് നോക്കുക PPD പകുതി ഉണ്ടാവും. സർവീസർ പറയും ഈ PPD മാറ്റണം എന്ന് പറയുമ്പോൾ അവർ ഇതില്ലേ യൂസ് ചെയ്തോന്ന് പറയും. അങ്ങനെ തുടങ്ങിയിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഒരു കൃത്യമല്ല എന്നുള്ളത് നമ്മൾ പൊതുവേ ഈ മാർക്കറ്റ് കാണുന്നുണ്ട്. അതൊന്നാമത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഷോപ്പ് നടത്തുന്ന ആൾക്ക് എന്തില്ല, ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്നുള്ള, എഡ്യൂക്കേഷൻ അവയർനെസ് ഇല്ല. ഒരു മിനിമം എന്താണ് ഈ സർവീസിംഗ് എന്നുള്ള സാധനങ്ങൾ അവർ പഠിച്ചിരിക്കുന്ന നിർബന്ധം. അത്യാവശ്യം അല്ലാതെ ആളുകൾ പണിക്ക് നിൽക്കരുതെന്ന് ഞാൻ പറയും. നിൽക്കരുത്, പൈസ പറയേണ്ട ഒരു കാര്യമല്ല. അത്രയുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ ഈ PPD-ന്റെ കാര്യം പറയില്ലേ, ശരിക്കും അതിന് PPD നല്ല പറയാം. ഓക്കെ, അതിന് ലോത്തിന് ഹൈത്തിന് എന്നാ പറയാം. PPD എന്ന് പറയുന്നത് നമ്മൾ ഒരു പഴയൊരു കമ്പനി ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഗോൾഗേറ്റ് പോലെ. ഗോൾഗേറ്റ് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നും PPD എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കേസിൽ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഭാഗത്ത് എന്ന് പറയാനുള്ളത്, അത് ഷോപ്പ് ഓണറെ മാത്രമേ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് PPD അല്ലേ, സോറി, തിന്ന് അതങ്ങനെ യൂസ് അപ്പോൾ ഈ തിന്ന് ചില ടെക്നീഷ്യന്മാരെന്ത് ചെയ്യും, അയച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ വെക്കും, ക്ലോസ് ചെയ്യില്ല. ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ എത്ര തട്ടുണ്ടോ അതിനനുസരിച്ച് നാശം സംഭവിക്കും. അപ്പോൾ ഇത് യൂസിങ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അത് അടച്ചു വെക്കണം. പിന്നെ ടെമ്പറേച്ചർ അത് കീപ്പ് ചെയ്യും വേണം. ഇപ്പോൾ ഞാൻ മലേഷ്യയിൽ പഠിച്ചത് മലേഷ്യയിലൊക്കെ പോകുന്ന സമയത്ത് ഇവരൊക്കെ ഈ തിന്ന് ചെറിയൊരു ഫ്രീസറുണ്ട്, ഫ്രീസറിനകത്ത് വെക്കുക, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിന് കീപ്പ് ചെയ്യും പോലെ. അതെ, OCA. അതേമാതിരി ഈ അമോയിൻ്റെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്, ഈ ഒറിജിനൽ US-ൻ്റെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഫ്രീസറിൽ വെക്കുക ചെയ്യാം. ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ വെക്കും. അതിപ്പോൾ എല്ലാ സാധനങ്ങളും ക്യാമറ വരെ നമുക്കത് വെക്കാൻ ഒരു പ്രത്യേക ഒരു കൂടുണ്ട്, അതിലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അതിൽ സൂക്ഷിക്കുന്നത് ലൈഫ്. അതേപോലെ തന്നെ ഓരോ സാധനങ്ങൾക്കും ഇത്തരം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ടെക്നീഷ്യന്മാർ മനസ്സിലാക്കണം അല്ലേ? അതെ, ഞാൻ ഈ സാധനം ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റായി പോണ തിന്നുണ്ടല്ലോ, അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറിയൊരു ബോക്സ്, ചെറിയൊരു ആൾക്കുണ്ട്, അതിലിട്ടിട്ട് കുറച്ച് ഫ്ലെക്സ് ആഡ് ചെയ്യും. ഇപ്പോൾ ഈ ഇന്റർപോസ്റ്ററെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ തിന്ന് യൂസ് ചെയ്യും, ഒന്നും വേസ്റ്റായി കളയലില്ല. ആ ഡാമേജ് ആയ സാധനം എന്ത് ചെയ്യും, റീബോളിങ്ങിലാണ് ശരിക്കും പ്രശ്നം വരിക. ലെയർ അല്ലെങ്കിൽ ഐസ് റീബോളിന് സമയത്ത് ഒട്ടിരിക്കില്ല, സെപ്പറേറ്റ് ആയി. ഇപ്പോൾ പലപ്പോഴും ഈ ഒരു കാര്യം കീപ്പ് ചെയ്യാത്തത് കൊണ്ടായിരിക്കില്ല ഒരുപാട് ടൈം എടുത്തു പോകുന്നതൊക്കെ. ഇപ്പോൾ റീബോളിങ്ങിലൊക്കെ സമയം എടുത്തു പോകുന്ന ഈ കറക്റ്റ് PPD അല്ലായിട്ടും ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ കറക്റ്റ് അല്ലായിട്ടും അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഡാമേജ് ആയി പോകുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എത്ര കാലപ്പഴക്കില്ല പ്രൊഡക്റ്റാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സപ്ലയർ തരുന്ന സാധനമാണല്ലോ നമുക്ക് തരുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സാധനം വരുന്നതും കോപ്പിയാണ്. മെക്കാനിക്കിന്റെ കോപ്പി നല്ലപോലെ വരുന്നുണ്ടല്ലേ. കാരണം ഇവിടെ ഇപ്പോൾ ഒരു കമ്പനി മെക്കാനിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി UAE കൊടുക്കുന്ന പ്രൊഡക്റ്റും ഇവിടെ കൊടുക്കുന്ന പ്രൊഡക്റ്റും സെയിം പാക്കിംഗ് സെയിം പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ രണ്ട് പ്രൊഡക്റ്റാണ്. 100%. കാരണം ഇവിടുത്തെ ഒരു ടാക്സും ഇമ്പോർട്ട് ടാക്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു എമൗണ്ടിൽ തന്നെ അവിടെ കൊടുക്കണം മേ ബി സെയിം പ്രൈസേ കാരണം, ഇവിടെ കൊടുക്കണം സെയിം പ്രൈസേ കാരണം. പക്ഷേ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് പുറമെ നിന്ന് വരുന്ന സമയത്ത് ഈ PPD ഫ്ലെക്സ് മറ്റു കാര്യങ്ങളൊക്കെ പുറമെ നിന്ന് കൊണ്ടുവരുന്ന ടെക്നീഷ്യന്മാരുണ്ട്. എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൊണ്ടുവരുന്ന ദുബായി പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ധൈര്യം നിന്ന് ആരെങ്കിലും വരുമ്പോൾ എന്നോട് എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഫ്ലെക്സ് PPD സാധനങ്ങളാണ്. ഈ ഗൂട്ട് വിക്ക് അവിടുത്തെ ഒരു സാധനം ഇവിടുത്തെ സാധനം വ്യത്യാസമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഷോപ്പിൽ നിന്നാണ് എനിക്ക് അതിന്റെ ഒറിജിനൽ കിട്ടിയത്, കിട്ടിയ കോപ്പി. മുമ്പൊക്കെ ടെക്നീഷ്യന്മാർ ഇവിടുന്ന് ബ്ലോവറൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നു, അറിയോ അതിനെപ്പറ്റി? ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഞാൻ മലേഷ്യയിൽ നിന്ന് വാങ്ങിയ ബ്ലോവറാ. ഈ സാധനം ഞാൻ കൊണ്ടുപോയപ്പോൾ ദുബായിലും കൊണ്ടുപോയി, ദുബായിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ഇപ്പൊ നാട്ടിൽ യൂസ് ചെയ്യുന്നതാ. ടൂൾസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരുണ്ടാവില്ലേ? അറ്റാച്ച്മെന്റ് അല്ല, എനിക്ക് ഒറിജിനൽ സാധനം വേണമെന്നില്ല നിർബന്ധമുണ്ട്. സത്യം. എന്റെ T210 ഇവിടുന്ന് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്യുന്ന സാധനം അവിടുന്ന് യൂസ് ചെയ്യുന്ന സാധനം വ്യത്യാസമുണ്ട്. അതിന്റെ ഈവൻ അതിന് വരുന്ന എയറിന്റെ സൗണ്ടിൽ വരെ വ്യത്യാസമുണ്ട്. എന്തായാലും മാറ്റം ഉണ്ടോന്നാ പറയുന്നത്? 100%. അപ്പോൾ ടൂൾസുകളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വാങ്ങാന്നുള്ളത് ഞാൻ എപ്പോഴും ടെക്നീഷ്യന്മാരോട് ചലഞ്ച് ചെയ്യാനാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് PPD ഉണ്ടാവാറുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അങ്ങനെ കൊടുക്കൂല, അങ്ങനെ നമ്മൾ 5 പീസ് 10 പീസ് ഇങ്ങനെ കൊണ്ടുപോകാം, നമ്മളെ ഷോപ്പ് ഇങ്ങനെ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് ഈ PPD ഈ നേരത്തെ പറഞ്ഞതുപോലെ CNC ബോർഡുകൾ അതൊക്കെ ടെക്നീഷ്യൻ സപ്ലൈ ആണ് കുറച്ചും കൂടെ മാർക്കറ്റിൽ നന്നായിരിക്കും. മറ്റുള്ള സപ്ലയറിൽ നിന്നും എന്തുകൊണ്ട് ഞാൻ വ്യത്യസ്തമാവുന്നുള്ളത്, ഞാനൊരു സപ്ലയർ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വലിയ രീതിയിലല്ല, വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലല്ല, കിട്ടാത്ത സാധനങ്ങളുണ്ടാവും.
അതായത് ഇപ്പോൾ BMS ഇപ്പോൾ CNC ബോർഡിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. അതായത് ഇത്രയും എമൗണ്ട് കൊടുത്ത് CNC ബോർഡ് വാങ്ങി റീബോൾ ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ലോ ബൂട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ ഹൈ ബൂട്ടിലേക്ക് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. ഞാൻ IV ചെന്ന് പറഞ്ഞൊരു ലേഡീൻ്റെ അടുത്താണ് മുമ്പ് വാങ്ങിയത്, ചൈനയിൽ ഡയറക്റ്റ് നമ്മൾ ദുബായിക്ക് ഇറക്കിനെ. അതിന് ശേഷം സെയിം പ്രോഡക്റ്റ് നമുക്ക് അവിടുന്ന് ദുബായിൽ നിന്ന് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. IV ചെന്നിൽ നിന്ന് വാങ്ങിയ 100 CNC വാങ്ങിക്കണമെങ്കിൽ 100ഉം വർക്കിംഗാണ്, ഒരു പീസ് പോലും ഡാമേജ് ഇല്ല. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ സപ്ലൈ ചെയ്തിന്. ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി വന്നപ്പോഴും കുറച്ച് വർക്കിംഗ് ഇല്ല സാധനം ഞാൻ ഇവിടെ കൊടുത്തിട്ട് അത് ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ CNC ബോർഡ് സെയിം കമ്പനീൻ്റെ CNC ബോർഡ് വർക്കിംഗ് ആണ്, ഒരു ഡാമേജ് പോലും ഇല്ല. അപ്പോൾ സെയിം സാധനം തന്നെ ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ സപ്ലൈ ചെയ്യണ, ഞാൻ സെയിൽ ചെയ്യണ സാധനങ്ങളെ കുറിച്ചിട്ട് 100% അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ അത് ഫിക്സ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു പോസ്റ്റ് ചെയ്തിനോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തു തരുന്നില്ലത്, അങ്ങനെ സപ്പോർട്ട് ഉണ്ട്. അനസ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ടെക്നീഷ്യന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതെ. അപ്പോൾ അവരെ നാട്ടിൽ ഒരു സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 10-30 ഷോപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഷോപ്പുകാർക്ക് ഇങ്ങനത്തെ സാധനം അവർക്ക് കൊടുക്കാം. നല്ല അറിവുള്ള കഴിവുള്ള ടെക്നീഷ്യൻ ആണെങ്കിൽ അവർക്ക് എന്താക്കാം, ഇതിൻ്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ യൂസേജ് പഠിപ്പിച്ചു കൊടുക്കാം. മെയിനായിട്ട് അതിൻ്റെ രീതികളും മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്താക്കാം, അവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് ഇതിൽ ബിസിനസ്സിന് അപ്പുറം ഒരു സർവീസും കൂടിയും ഒരു സേവനം കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അതായത് ഒരു അഡീഷണൽ ഇൻകം എന്നുള്ളൊരു സാധനം, അഡീഷണൽ ഇൻകം സർവീസർ എന്നുള്ളതിലുപരി അഡീഷണൽ ഇൻകം എന്നുള്ള സാധനം ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് മാർക്കറ്റിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഹസിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഹസിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് തൽക്കാലമായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ OCA ഗ്ലാസ് പറയണത് 60 രൂപ 70 രൂപക്ക് OCA ഗ്ലാസ് കിട്ടും. പക്ഷെ ഈ OCA ഗ്ലാസ് ഞാൻ അവിടെ സെയിൽ ചെയ്യണത് ഏകദേശം 300-350 രൂപക്കാണ്. അപ്പോൾ ഈ രണ്ട് സാധനം തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? പക്ഷെ എന്നിട്ട് പോലും ആൾക്കാർ ട്രസ്റ്റ് ആയിട്ട് വാങ്ങുന്നുണ്ട്. അതിനുള്ളൊരു കാരണം, ഇൻ കേസ് ഇതിൽ ബബിള് വന്നു കഴിഞ്ഞാൽ ഞാൻ റീപ്ലേസ് കൊടുക്കും. TP സെയിൽ ചെയ്യണത് TP ടച്ച് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാധനം റീപ്ലേസ് കൊടുക്കും. ഇന്ന് വരെ സെയിൽ ചെയ്തിട്ട് ഒരു ഡിവൈസ് പോലും ഡാമേജ് വന്നിട്ടില്ല. അതായത് ആ സ്പെയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് അത്. അതെ. അപ്പോൾ അത് നാട്ടിലെ സ്പെയറിൻ്റെ ഷോപ്പുകാർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ടെക്നീഷ്യൻ്റെ ഉപദേശം തേടാം, അല്ലേ? എന്താണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ്, എന്താ ആ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ അവർ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഡെഡ് സ്റ്റോക്ക് കൊടുക്കില്ല, പ്രോഫിറ്റിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഏത് ക്വാളിറ്റി ടൈപ്പ് ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ടൈപ്പ് സാധനം ഇറക്കി കൊടുക്കുക. സ്പെയറിൻ്റെ ബിസിനസ് എടുത്തുന്ന ആളുകൾ എന്താക്കാം, ടെക്നീഷ്യന്മാരെ ഹെൽപ്പ് എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. മുസിൻ ഭായ്, ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞ സംഭവം ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ അറിവിൽ ഫസ്റ്റായിട്ട് കൊണ്ടുവന്നത് ഡയറ്റാണ്, നിങ്ങളാണ്, മുസിൻ ഭായ് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സജഷൻ ഞാനതിൽ പറയാം. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ടെക്നീഷ്യന്മാരിലുണ്ട്. ഇപ്പോൾ അപ്ഡേഷൻ്റെ അപ്ഡേഷൻ അവർ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു സംഗതിയും കൂടി, പ്രത്യേകിച്ച് ഒന്ന് ഫിനാൻഷ്യലി എങ്ങനെ ടെക്നീഷ്യന്മാർ മാനേജ് ചെയ്യണം എന്നുള്ളൊരു സംഭവം, അതിനുള്ളൊരു സംഗതികളും കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്നില്ലേ ഒരു സംഭവം നിങ്ങളതൊരു അപ്ഡേഷൻ ക്ലാസ്സിൽ തന്നെ ഒരു 1 or 2 ഡേയ്സിൻ്റെ ക്ലാസ് നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു മാറ്റത്തിനുള്ള ഒരു തുടക്കമാവും. ഓക്കെ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, ആ ഒരു കാര്യങ്ങളും പിന്നെ അതേപോലെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ടെക്നിക്കൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിലൂടെ ഞങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേബിളും ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റിപ്പയർ ചെയ്യുന്നതിന് ഉപരി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഫ്രഷ് എയർ ഒക്കെ ആയി ഒരു കസ്റ്റമർ സർവീസ് ഒക്കെ ഉണ്ടല്ലോ, മേ ബി അയാൾ കുറച്ച് പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ വിഷയം ഭയങ്കര ഒരു വിഷയമാണ്. കാരണം നമ്മളൊരു ഡോക്ടർമാർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത്ര ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര സമയം എണീറ്റ് നിൽക്കണം എന്നാണ്, അല്ലെങ്കിൽ ഈ സ്പൈനൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ തന്നെ കുറേ നേരം ഇരിക്കുന്നതുകൊണ്ട് വയറിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട്, അപ്പോൾ ഇതിനുള്ളൊരു മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഇരിക്കുന്ന ഒരാൾ കുറച്ച് നേരം കൗണ്ടറിലൊക്കെ വന്ന് കസ്റ്റമറൊക്കെ അറ്റൻഡ് ചെയ്ത്, ഇനി ഇൻ കേസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ഓണർ കൺഫ്യൂഷൻ ആയിക്കാൻ കരുതിക്കോളി. ഒരു ഷോപ്പിൻ്റെ ഓണറേക്കാട്ടിലും കൂടുതൽ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ഷോപ്പിൻ്റെ ഓണറേക്കാട്ടിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും ഒരു ടെക്നീഷ്യന് സ്വാഭാവികമായിട്ടും. അപ്പോൾ അദ്ദേഹം എണീറ്റ് വന്ന് ഈ കസ്റ്റമറെ നൈസായിട്ട് ഡീൽ ചെയ്ത് ഏതൊക്കെ ടൈപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഫോണിൽ വന്ന കംപ്ലൈൻറ്റ് എന്താണ്,
അത് എങ്ങനെ വന്നത്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടെക്നീഷ്യൻ വന്ന് ഈ കസ്റ്റമറോട് പറയുമ്പോൾ ഒരു ഷോപ്പ് ഓണർ പറയുന്നതിലും കൂടുതൽ ട്രസ്റ്റ് ഇയാൾക്ക് ഉണ്ടാവും. കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ സർവീസ് സെൻ്ററിൽ കുറച്ചൊരു പ്രീമിയം സെഗ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ഫ്രണ്ട് ഓഫീസിൽ പോയി സംസാരിച്ചാലും അവരെല്ലാ കാര്യങ്ങളും പറയും. പ്ലസ് നമ്മൾ ഒരു അഡ്വൈസർ എന്ന് പറയുന്നത് ആരാ വരിക, ഒരു സർവീസ് അഡ്വൈസർ വരും. അതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ഒരാളാണ് പറയുക, ഇന്ന സാധനം ഇന്ന പാർട്ട് കംപ്ലൈൻ്റ് ആണ്, ഇത് ഇന്ന രീതി ചെയ്യണമെന്ന് പറയും. കുറച്ചും കൂടി ഡീപ്പിലേക്ക് വേണമെങ്കിൽ മെക്കാനിക്കിനെ തന്നെ അവർ വിളിച്ചു വരുത്തും. അത്തരം കാര്യങ്ങൾ നമ്മളൊക്കെ സർവീസ് സെൻ്ററിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അല്ലേ. പല ടെക്നീഷ്യന്മാരും ഞാൻ മനസ്സിലാക്കുന്നത് കസ്റ്റമറെ മുഖത്ത് പോലും നോക്കുന്നുണ്ടാവില്ല. സത്യം. അവർ ആ ടേബിളിൽ മൈക്രോസ്കോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യും, ഫ്രണ്ടിൽ വരും, കസ്റ്റമർ ഫോൺ വാങ്ങിപ്പോ എന്താ ചെയ്തെന്ന് നോക്കിയപ്പോൾ പറയും അത് ഇന്ന സാധനം മാറ്റി, അവിടെ കഴിഞ്ഞു. സത്യം. നേരെ മറിച്ച് ഒന്ന് എണീച്ച് പോയി കസ്റ്റമറെ കണ്ട് ഒരു കൈയൊക്കെ കൊടുത്ത്. ഞാൻ ഇതിനിടയ്ക്ക് നമ്മളൊരു ഷോപ്പിലൊരു പയ്യനിങ്ങനെ പിരിഞ്ഞു പോകണ്ടായിരുന്നു എന്തോ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു, ഇത്ര ദിവസം നീ വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ നിൻ്റെ പേര് വെച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഏതെങ്കിലും കസ്റ്റമർ നിനക്കൊരു 10 രൂപ ടിപ്പായിട്ട് തന്നിക്കണോ ചോദിച്ചു. ഓക്കെ. ഇല്ല പറഞ്ഞു. ഏതെങ്കിലും കസ്റ്റമർ നിനക്ക് ഷെയ്ക്കാൻ വന്നിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. നീ ഡീൽ ചെയ്ത് ഒരു കസ്റ്റമർ നിന്നോട് ഹാപ്പി അല്ല. അതെ. ഒരു കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് പോകണമെന്നതിൻ്റെ അർത്ഥം അയാൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പേര് വയ്ക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഷെയ്ക്കാൻഡ് തരും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു 10 രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പ് തരും. മനസ്സിലായോ? അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വരണ്ടിട്ടോ വിളിക്കുന്നുണ്ട്. ബാർഗനിങ് ഉണ്ടാവില്ല. അതൊരു കസ്റ്റമർ ഹാപ്പിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ ഒരു പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഷോപ്പിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളതായ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം അതാണ് ആ ഒരു ടെക്നീഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ്. നമ്മളില്ലാണ്ട് ആ ഷോപ്പ് റൺ ചെയ്ത് പോകാൻ പാടില്ല. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ റിക്വയർമെൻ്റ് പറഞ്ഞ സാധനമുണ്ട്. ഒരു ബിസിനസ് ഓണർക്ക് ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവും. അയാളെ റിക്വയർമെൻറ്റ് എന്താണ്? ചിലപ്പോൾ രാവിലെ 9 മണിക്ക് തുറക്കണം, ഗ്ലാസ് ഒക്കെ തുറക്കണം, ടേബിൾ വൃത്തിയായിരിക്കണം, വരുന്ന കസ്റ്റമറൊക്കെ ഹാപ്പി ആയി പോകണം, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അറ്റ് ദ എൻഡ് നമ്മൾ പോണ സമയത്ത് അല്ലെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഇത്ര ഒരു പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളണം. അതാണ് അയാളെ റിക്വയർമെൻറ്റ്. അതേപോലെ തന്നെ ഈ സ്റ്റാഫിനും ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവും. ഈ സ്റ്റാഫിന് റിക്വയർമെൻറ്റ് ചിലപ്പോൾ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് റീല് കാണേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ദിവസം ലീവ് വേണ്ടി വരും, എനിക്ക് ഇത്ര മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വേറെ എന്തെങ്കിലും പോകണം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവും. ഈ രണ്ടാൾക്കാരുടെ റിക്വയർമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു ഹെൽത്തി ആയ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈസുമായിട്ട് പറഞ്ഞ പോലെ തന്നെ അതെ ഇവര് തമ്മിൽ എന്ത് വേണം, ഇതിലുള്ള മെയിൻ പ്രശ്നം എന്താ അറിയോ? നമ്മളിവിടെ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാരുടെ സൈഡിലുള്ള ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇപ്പോഴും വിചാരിക്കണത് ഞാനൊരു CPU ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPU 2 ജമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഞാനെല്ലാം ആയി എന്നാണ്. പക്ഷെ അതല്ല, ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം എന്തിനാ? പൈസ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മേ ബി എന്തുണ്ടാവും, ഒരു 4 സെറ്റ് അവിടെ ഡിസ്പ്ലേ മാറാനോ അല്ലെങ്കിൽ CC ചേഞ്ച് ചെയ്യാനോ വെച്ചിട്ടുണ്ടാവും. നമ്മൾ തൊടൂല. നമ്മൾ ഈ CPU അല്ലെങ്കിൽ ഈ ഡെഡായ ഫോണും ഇരുന്നിട്ട് എന്ത് ചെയ്യും, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് ട്രൈ ചെയ്ത് എന്താവും, സാധനം ചിലപ്പോൾ ഡൺ ആവില്ല. ഈ ഒരു 4 സെറ്റിൻ്റെ കസ്റ്റമർ എന്നിട്ട് റിട്ടേൺ കൊണ്ടുപോകുകയും ചെയ്യും. ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഏതാണ് ഈസി ആയിട്ടുള്ള വർക്ക്, 100% റെഡിയാണ് വർക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്ത് ഇപ്പോൾ മേ ബി ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താറി. ഇപ്പം നമ്മൾ ഒരു ഡിസ്പ്ലേ മാറ്റുക, ഈ ഡിസ്പ്ലേ മാറ്റുക ചെറിയ കാര്യമല്ല. ഫോൺ അയക്കാത്ത രീതിയിൽ കറക്റ്റ് പാക്ക് ചെയ്ത് അതിൻ്റെ ഡാമേജും ഡെൻറ്റും കാര്യങ്ങളൊന്നും വരാണ്ട് അയച്ച് അത് തിരിച്ച് പാക്ക് ചെയ്ത് ശരിക്കും കസ്റ്റമർ കൊടുക്കണ ആ ഒരു ഇപ്പോഴും പല ആളുകളും ഈ സെല്ലാട്ടാപ്പ കുട്ടിച്ച് 2 ദിവസം കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി എന്നിട്ട് തിരിച്ച് വന്നോന്നൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഒന്ന് മാറിയില്ലേ, നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാക്കി പേക്കിംഗ് കൃത്യമാക്കി ഒന്ന് ഫാൽക്കണിക്ക് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഈ ടെക്നീഷ്യൻ ഇവിടെ പോകാന്ന് പറഞ്ഞാൽ ഷോപ്പ് ഓണർ പറയണം പോകരുത്, ഞങ്ങൾക്ക് സാലറി കൂട്ടിത്തരാം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു കാര്യം അവൻ്റെ അടുത്ത് വേണം. പെന്നും പേപ്പറും ഇല്ലാണ്ട് ഈ ലോകത്ത് ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ അതൊരു പ്രൂഫാണ്. ഓരോ ദിവസവും അതിലെന്തൊക്കെ ഉൾപ്പെടുത്താം. ഒരു പഠിച്ചു വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ട്രെയിനിങ്ങിന് പോകുന്ന ഒരു പയ്യനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള പയ്യന്മാരോടൊക്കെ പറയലുണ്ട്, നിങ്ങൾക്ക് എന്താ പഠിക്കണ്ടേ ആ സാധനങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് രാവിലെ വരിക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ 100% ഡൺ ആയെന്നുണ്ടെങ്കിൽ
ഓക്കെ അത് ഓക്കെ ടിക്കിടുക. അടുത്ത കാര്യം, ഇനി നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിക്കാൻ പറ്റും. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, ആ ഗ്യാരണ്ടി ഞാൻ കൊടുക്കും. അതേപോലെ തന്നെ ഓരോ ദിവസം ചെയ്യുന്ന വർക്ക്, ഒരു റെസിസ്റ്റർ മാറ്റുകയെന്നുണ്ടെങ്കിലും ഒരു കപ്പാസിറ്റർ മാറ്റുകയെന്നുണ്ടെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, നമ്മളത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച കുട്ടികൾക്ക് ട്രെയിനിങ്ങിനയക്കും ഷോപ്പുകളിലേക്ക്. ആ സമയത്ത് നമ്മൾ അവർക്കൊരു ലിസ്റ്റ് കൊടുത്തയക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സർവീസിൽ നിന്ന് പഠിച്ചിരിക്കണം എന്നുള്ള സംഭവം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അത് എന്തിനാ ഈ പറഞ്ഞ കാര്യത്തിലാണ്. അവർ ഓരോ സമയം ചെയ്യുന്ന സാധനങ്ങൾ അവർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളെ തുടക്കം മുതലേ അത് ഞങ്ങൾ ശീലിപ്പിക്കുന്നുണ്ട് ഇവിടെ. നല്ല കാര്യം. എന്താ വെച്ചാൽ ഈ ഒരു കാര്യത്തിനാണ് പല ആൾക്കാരും പറയും ഒരു സർവീസ് സെൻ്റർ എത്തിയിട്ട് 2ാമത്തെ ദിവസം മുതൽ എനിക്ക് CP വർക്ക് ആണെന്ന് അറിയും. അതൊന്നും കോമണാ. ഈ പൊതുവേ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് ഒരു CPU ചെയ്യുന്ന ആളെ വലിയ ടെക്നീഷ്യൻ എന്നാ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ CPU ചെയ്യുന്ന ആൾക്കാരില്ലേ, ഞാൻ മൊത്തത്തിൽ പറയല്ല, ശരിക്കും ഇതൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ ചലഞ്ചസ് എടുക്കണം. ഒരാൾ ചലഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. അനസെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ചെയ്താണ്. അപ്പം ചലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാനൊരു സാധനം എനിക്ക് അതിൻ്റെ ഇതിലുണ്ട്, ബ്ലഡിലുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ ചെയ്ത് ഫ്ലെക്സ് ബോണ്ടിങ്ങിൻ്റെ സാധനം. ഫ്ലെക്സ് ബോണ്ടിങ്ങിൽ എന്തില്ല, വാറണ്ടി കൊടുക്കണില്ല എന്നല്ലേ. പക്ഷേ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേസറിൻ്റെ കാര്യമാതിരി തന്നെ ഈ ഫ്ലെക്സ് ബോണ്ടിങ്ങിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല, അതെന്താണ് ഐഡിയ ഇല്ല. ഒരാളും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എൻ്റെ ഷോപ്പിൽ ഞാൻ വാറണ്ടി കൊടുക്കണമെന്നില്ലേ. അതാണ് അതിലില്ല എൻ്റെ പോയിന്റ്. ഒരു ഷോപ്പ് വരും വാറണ്ടി കൊടുക്കണില്ല. ഒരു കസ്റ്റമർ ഇപ്പോൾ ഫ്ലെക്സ് ബോണ്ട് ചെയ്ത് ഡണ്ണായിപ്പോയി, 1-2 ആഴ്ച എൻ്റെ സെയിം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കൈ ഒഴിയാണ്. അപ്പോൾ ആരെങ്കിലും വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ഞാൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് എൻക്വയറി എന്ത് ചെയ്യും, ഞാൻ കറക്റ്റ് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് ബിസിനസ് കൊടുക്കുന്ന പറയുന്നത് നമ്മൾ ഹെൽത്ത് കെയറിലൊരു സാധനമാണ് എപ്പോഴും നോക്കണത്. അപ്പോൾ വിമർശനത്തിലുപരി അത് ആ നിലക്ക് എടുക്കാൻ പഠിക്കുകയാണ് വേണ്ടിയെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു വിമർശനം വീഡിയോ ആയിട്ട് ചെയ്തു, അത് കാണുന്ന ആളുകൾ അതൊരു വിമർശനമായിട്ട് എടുക്കാതെ അതൊരു അവസരമായിട്ട് എടുക്കണം. അതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഫ്ലെക്സ് ബോണ്ട് ചെയ്യുന്ന ആൾക്കൊരു അവസരമാണ് ഇവിടെ. അനസി പിറ്റേന്ന് പറയല്ലോ ഇന്ന ഷോപ്പുകാരന് വാറണ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായിക്കോളി അവിടെ കൊടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. അതുമായിട്ടൊരു റാപ്പോടെ ബിൽഡ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പയ്യന് എറണാകുളത്തിലെ ഒരു പയ്യന് ഇതേമാതിരി മലപ്പുറത്തുള്ള ഒരു പയ്യന, അവൻ എറണാകുളത്തെ വർക്ക് ചെയ്യണേ. അവൻ പറഞ്ഞു ഞാൻ അത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയണത് ഇതാണ് ബ്രോ, നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അവസാനം പറഞ്ഞ് ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഞാൻ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല ഗ്ലാസ് ചേഞ്ച് വിത്തൗട്ട് റിസ്ക് പറഞ്ഞ സംഭവം. നമ്മൾ പെരിന്തൽമണ്ണ ഷോപ്പിട്ട് ഏകദേശം 2 വർഷം മുന്നെയാണ് പെരിന്തൽമണ്ണ ഷോപ്പിട്ടപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിന് ശേഷമാണ് പല ആൾക്കാരും ഈ വിത്തൗട്ട് റിസ്ക് അറിയണത്. ഈ വിത്തൗട്ട് റിസ്ക് പറഞ്ഞ സാധനം ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പുറമെ ദുബായിലൊക്കെ ഈ വിത്ത് റിസ്ക് വിത്തൗട്ട് റിസ്ക് എന്നുള്ള സാധനങ്ങളൊന്നും പൊതുവെ പറയില്ല. എല്ലാം വിത്തൗട്ട് റിസ്ക്കാ. നേരെ വരിക, പിന്നെ ഗ്ലാസ് ചെയ്യും, കിട്ടിയില്ല ഡിസ്പ്ലേ മാറ്റിയാൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. അവിടെ റിസ്ക്കോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങളൊന്നും അവിടെ ഞാൻ ഇതിനെ കേട്ടിട്ടില്ല പുറത്തെ കൺട്രീസിലൊന്നും. ഇവിടെ ഫുൾ 50-50. അതെ, മുമ്പ് ഫുൾ 50. ഫസ്റ്റ് എൻ്റെ കസ്റ്റമർ പറയൂ അവരങ്ങ് ഡ്രൈ ആക്കൂലേ, ഇത് പോകാൻ സാധ്യതയുണ്ട്. പരിധി വരെ ഈ ടെക്നീഷ്യൻ സേഫ് ആവുന്നുള്ളത് കൂടെ ഉണ്ട് കേട്ടോ അവിടെ. കാരണം നമ്മളെ നാട്ടിലെ കസ്റ്റമേഴ്സിനെ വെച്ച് നോക്കിയിട്ട് ഇപ്പം നിങ്ങളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾ പറയുന്നത് ഓക്കെ റെഡിയാക്കി തരാമെന്ന് നല്ല കോൺഫിഡൻറ്റ് പറയും. വേറെ ഷോപ്പുകാരനെ പറഞ്ഞ് 50-50 ചാൻസ് പറയും. അങ്ങാനും ഈ 50-50 ചാൻസ് പറഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിന്ന് വെച്ചോ, അവൻ ആ ചാൻസ് പറഞ്ഞില്ലെങ്കിൽ കസ്റ്റമർ എന്ത് പറയുന്ന അറിയോ, മറ്റേ ഷോപ്പുകാരനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പഴയതുപോലെ ആക്കി കൊണ്ടുവന്ന് പറയും. അങ്ങനെ വിഷയം ഇതിൽ ഇല്ല എന്നുള്ളത്. ഇതിൽ 50-50 നമ്മൾ വാക്കാലല്ല. ഈ 50-50 കേസിൽ അങ്ങനെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100% കോൺഫിഡൻസിൽ ഒരാൾ പറയേണ്ടതുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനുള്ളൊരു എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ എമൗണ്ട് ചാർജ് ചെയ്യുമ്പോൾ ഇൻ കേസ് ആ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും ആ ഒരു എമൗണ്ടിലേക്ക് കുറച്ച് പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അത് കവർ ചെയ്യാൻ പറ്റും. അയാൾക്ക് ഒറിജിനൽ ഡിസ്പ്ലേനെ വാങ്ങാൻ പറ്റും. അത് എങ്ങനെ അയാൾ കസ്റ്റമർ ഡീൽ ചെയ്യണമെന്നതിനനുസരിച്ചാണ്. ഡീലിംഗ് ആണ് അവിടെ അല്ലേ, ഡീലിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഭയങ്കര സെയിൽസ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു സർവീസിൽ ഭയങ്കര ഒരു റിസ്ക്കും പറയേണ്ട ആവശ്യമില്ല അല്ലേ. കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേഷൻ പോയാൽ മതി. കസ്റ്റമർക്ക് പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഇത് 50-50 ചാൻസ് പറയണ്ട, ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ വർക്കാണ്, ഇന്ന മെഷീൻസ് യൂസ് ചെയ്ത് അത് ചെയ്യുന്നത് അല്ലേ, അവർക്കിത് കാണിച്ചു കൊടുക്കുക. ഇതിലൂടെ ഇട്ട് നമ്മൾ ആ നൂലെടുത്ത് വലിച്ച് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ച് പഞ്ച് ചെയ്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഇത്രയും സംഭവം എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി മെഷീൻസ് ചെയ്യുന്ന ചില സാധനങ്ങൾ എന്തായി പോവും, ട്രാക്കായി പോവും, ചില സാധനം ബ്ലാക്ക് വരും, ചില സാധനം ലൈന് വരും. അതൊക്കെ സംഭവിക്കാം. നിങ്ങളെ ഫോണിന്റെ ഇതിനനുസരിച്ചാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പലും പ്രശ്നമല്ല എന്നുള്ളതാണ്. വേറൊന്നുണ്ട്, ഒരു എക്സ്പീരിയൻസ് ആയ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം, ക്ലാസ് ചേഞ്ച് ചെയ്യുന്ന ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഡൺ ആവുമല്ലേ എന്നുള്ളത്.
അപ്പോൾ 100% റൺ ആവുന്നുണ്ടെങ്കിൽ അയാളവിടെ അയാളെ റിസ്കിൽ അവിടെ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഒരു ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ യെല്ലോ കളർ ഡോട്ടൊക്കെ ആയി കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ അത് വലിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഡോട്ടായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാവും ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്നില്ലൊക്കെ. ഇതൊക്കെ ഡിപ്പെൻഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസിൻ്റെ ആൾക്ക്, നല്ല എഫേർട്ട് എടുത്ത് പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എമൗണ്ട് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ തുടക്കക്കാരൊക്കെ ഈ നല്ല ആശാന്മാരുടെ അടുത്ത് പോകുക എന്നുള്ളതാണ്. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ 50-50 കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ വരെ നമ്മളോട് റിസ്ക് പറയുന്നുണ്ട്. കറക്റ്റാണ്. എത്ര വലിയ ഹോസ്പിറ്റലിൽ നമ്മൾ സർജറിക്ക് വരെ അവർ റിസ്ക് ചെയ്യുന്നത്. എന്നിട്ടും റിസ്ക് പറയുന്ന ആൾക്ക് എത്ര ആൾക്കാർ മരിച്ചുകൊണ്ട് സർജറിയിൽ. അതേ കേസ് തന്നെ നമ്മളെ ഫോണിലും വരുന്നുള്ളൂ. സെയിം സാധനം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോണിലും വണ്ടിയിലൊക്കെ വരുന്നത്. സെയിം സാധനമാണ്, സെയിം മെക്കാനിസം ആണ്. ഇതില് നമുക്കത് വേറെ ഓക്കെ. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല ടെക്നീഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പൈസ ഉണ്ടാക്കാനൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു നമ്മൾ റിസ്കിൽ ചെയ്യാന്നുള്ളത്. അതായത് നമ്മൾ റിസ്ക് ചെയ്യുക, എന്താ സംഭവിച്ചാൽ അവർക്ക് മാറ്റി കൊടുക്കാം, അതിനനുസരിച്ച് പേയ്മെന്റ് ഈടാക്കുകയും ചെയ്യാം. അതിൽ എത്രയാണ് അതിൻ്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ഡിപ്പെൻഡ് ഓരോ വർക്കും ഓരോ സ്കില്ലും അനുസരിച്ചിരിക്കും. ഇപ്പം എനിക്കറിയാം, കാലങ്ങളായിട്ട് 10-20 വർഷം ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ഇപ്പം ടെക്നീഷ്യനാണ്. ഒരു സർവീസ് സെൻ്റർ പുള്ളിക്കിടാൻ പറ്റിയില്ല, ഒരു അഡീഷണൽ ഒരു കൂടെ ഒരു സ്റ്റാഫിനെ വളർത്താൻ പറ്റിയില്ല. ട്രെയിനീസ് വന്നു പോകും. നമ്മൾ ഏതൊരു മേഖലയിൽ ഒരു ആശാൻ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പോൾ വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിലും ട്രെയിനീസ് ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ നഴ്സുമാരുടെ കേസിൽ, പിന്നെ പൈലറ്റിൻ്റെ കേസിൽ വരെ എന്താണ് അവരെ കൂടെ ഒരു ട്രെയിനീസ് ഉണ്ടാവും അല്ലേ. അവർ പിന്നെ പതുക്കെ വലിയ ആൾക്കാരാവുകയാണ്. അപ്പോൾ ഈ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരെ കീഴിൽ ഇപ്പോഴും ഞാനൊരാളെ വളർത്തിയെടുത്തെന്ന് പറയാൻ അറിയില്ല. അവർക്ക് അവരുടെ ഓർമ്മയിൽ പറയാൻ ഉണ്ടാവില്ല. നമ്മൾ പല ആൾക്ക് ഓർമ്മിക്കും പോലെ, ഞാൻ ഈ 10 വർഷത്തിൻ്റെ അടുക്ക് ഇന്ന ടെക്നീഷ്യൻ ഉണ്ടാക്കി, ഇന്ന ആൾ എൻ്റെ ശിഷ്യനാണ് കേട്ടോ. എത്ര ആൾക്ക് പറയാൻ പറ്റും അങ്ങനെ? ഇല്ല, ഉണ്ടാവാൻ വളരെ കുറവാണ്. കാരണം നേരത്തെ പറഞ്ഞ കാര്യം ക്ഷമ. വരുന്ന ഒരാൾക്ക് അവരുടെ കൂടെ നിൽക്കാനും കഴിയില്ല, നിന്ന് കഴിഞ്ഞാൽ ഇവരുണ്ടാവില്ല, പറഞ്ഞു കൊടുക്കുകയില്ല. പണ്ടത്തെ സാഹചര്യമല്ല ഇപ്പോൾ പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിന് ഒരാൾ വന്നു, എൻ്റെ അടുത്തേക്ക് ഒരാൾ ട്രെയിനിങ്ങിന് വന്ന് ഫസ്റ്റ് ഞാൻ അവനെ കുറിച്ച് പഠിക്കണം ആദ്യം. അവൻ നമ്മൾ പഠിച്ച് ഞാൻ ഇപ്പോൾ ഏകദേശം എനിക്കൊരു വലിയൊരു എമൗണ്ട്, ഞാൻ എത്ര കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ മലേഷ്യയിൽ മാത്രം ചിലവായിട്ടുണ്ട്. പിന്നെ UAE ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഹരിയാനയിൽ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ലക്ഷം റുപ്യേൻ്റെ ഒരു കോഴ്സ് ഞാൻ ഓൾറെഡി ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയൊരു എമൗണ്ട് ചിലവാക്കി ഈ ഒരു നോളജ് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അയാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്തണം. അതിന് എനിക്ക് സമയം വേണം. ഇന്നത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ അല്ലെങ്കിൽ ഈ ടെക്നീഷ്യന്മാർ വരും. ഈ ടെക്നീഷ്യന്മാർ ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യുക്കായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത അപ്പുറത്തെ ഷോപ്പ് ഇടും. അതെ, പണി തരും. ആർക്കാ നഷ്ടം? ഡീലർമാരെ വർക്ക് എടുത്തിന്. അപ്പോൾ നമ്മളപ്പോൾ അല്ല, ഈ ഡീലർമാരെ വർക്ക് ഇവനിപ്പോൾ അവിടെ വേറെ ഷോപ്പിൽ പോയി ചെയ്യുന്നുണ്ട്. ഈ ഡീലർ അങ്ങോട്ട് വലിച്ചു. ആ ഒരു വിഷയമുള്ളത് കൊണ്ടും ആയിരിക്കാമല്ലേ ഈ ഒരു ടെക്നീഷ്യന്റെ കീഴിൽ ട്രെയിനേഴ്സ് വളർന്നു വരാറ്. ട്രസ്റ്റ് ആണ് വലിയൊരു പ്രശ്നം. നമുക്ക് ഇവൻ നമ്മളെ കൂടെ വർക്ക് ചെയ്യോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ യൂസ് ചെയ്യണം ബസ്സിന് വിടാന്. അവരെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ കണ്ടുവരുന്ന ഒരു കേസാണ്. ഇപ്പൊ നമ്മളെ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു നമ്മൾ ട്രെയിനിങ്ങിനാക്കും പല സെന്ററുകളിലേക്ക്. അപ്പൊ അവിടെ നിന്ന് അവർ പറയുന്നത് കാണാം, ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഓണേഴ്സ് ബസ്സിന് വിടുക, സാധനം എടുക്കാൻ വിടുക, നേരത്തെ പറയുമ്പോൾ ഷോപ്പ് തുടപ്പിക്കുക, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള പണികൾ എടുപ്പിക്കുക എന്നുള്ളത് ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ്. ഇവന് 2 ദിവസം ആൾ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ ആളെന്തായി ഉണ്ടാവില്ല, എത്രത്തോളം ഈ ഓണേഴ്സുമായിട്ട് കണക്റ്റഡ് ആയെന്നുള്ളത് അവർക്ക് മനസ്സിലായി ഉണ്ടാവില്ല, അല്ല ഇവരെന്തായി ഉണ്ടാവില്ല, കണക്റ്റഡ് ആവുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനിങ് ഉള്ള 2-3 മാസം ഒന്ന് ഓടിച്ചിട്ട് അവനെ പുറത്തേക്ക് വിടും. അതെ, നഷ്ടം ശരിക്കും വരുന്ന ആൾക്കാ, ഈ ട്രെയിനിങ്ങിന് പോയ ആൾക്കാ. ഇപ്പോൾ 2 പയ്യന്മാരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ഷോപ്പിൽ. ഈ ഒരാൾ ഏകദേശം 4 മാസം കഴിഞ്ഞു, ഒരാൾ ഏകദേശം 6 മാസം കഴിഞ്ഞ്. ഇപ്പോഴാണ് 2ാമത്തെ വീക്കിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ക്ലാസ്, ഈ ആഴ്ച എവറി സാറ്റർഡേ എന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ എൻ്റെ കൂടെ നിൽക്കുന്നില്ലൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് 2 സ്റ്റാഫ് ഓൾറെഡി വേറെ വന്നിരുന്നു. ഒരുത്തിന് ഒരാഴ്ച നിന്ന്, ഒരുത്തിന് 2 ആഴ്ച നിന്ന് അവർ പോയി. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചെടുക്കുക? കറക്റ്റാണ്. ഞാനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ചെറിയ നിസ്സാര പൈസക്ക് ഒരു 6 മാസത്തോളം ഉച്ചക്കത്തെ ഫുഡിന് മാത്രം വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ ഒരു വർഷത്തോളം അതിനുശേഷം 6 മാസം നിസ്സാര പൈസക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സർവീസ് സെൻ്ററിൽ. കാരണം ഞാൻ പോയ സർവീസ് സെൻ്ററിലെ സർവീസർ അത്രക്കും കഴിവുള്ള ആളായിരുന്നു. എല്ലാ വർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പേർട്ടായ ഒരാളാണ്. പുള്ളിയുടെ കൂടെ നിന്ന് വർക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യം.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഷോപ്പ് തുറക്കാനും കൂടാനും അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിന്നെടുത്തു. അതിൻ്റെ റിസൾട്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈഫിലുണ്ടായി. നേരെ മറിച്ച് ഞാനോ ആ കറക്റ്റ് സമയത്ത് പോവുക, എൻ്റേതായ രീതിക്ക് നീങ്ങുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഒരു ട്രെയിനിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നല്ലേ നാളെ വർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതെ, ആ ഒരു ഷോപ്പിൽ കസ്റ്റമേഴ്സിൻ്റെ ഫോണായിരിക്കും വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഫോണുകളായിരിക്കും, പക്ഷേ സർവീസ് സെൻറ്ററിൽ അതായിരിക്കും കസ്റ്റമർ ഫോൺസ് ആയിരിക്കും. പെട്ടെന്ന് ഇവരെ കൈ കൊടുക്കില്ല. അവർ ക്ഷമ കാണിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലേ? അതെ, ക്ഷമ കാണിക്കണം. കാരണം ഇവർ റിപ്പയർ ചെയ്യാനായിന്നില്ലതിൻ്റെ ഒരു ട്രസ്റ്റ് ആദ്യം എന്ത് ചെയ്യണം, അവിടുത്തെ സീനിയർ ടെക്നീഷ്യൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു വർഷം തന്നെയെങ്കിലും ഒരു സർവീസർ ഒരു മിനിമം 1 വർഷം, അത് മിനിമമാണ്. ഒരാളെ കീഴിൽ നിൽക്കണമല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നിൽക്കണം. നല്ല സ്ട്രഗിൾ ചെയ്യണം. ചിലപ്പോൾ ഓഫ് ഡേയ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഞായറാഴ്ച ഒന്ന് തുറക്കേണ്ടി വരും, ചിലപ്പോൾ എക്സ്ട്രാ ടൈം എടുക്കേണ്ടി വരും. അതൊക്കെ നമ്മളൊരു സ്വന്തം സ്ഥാപനമാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സെയിൽസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു നഷ്ടമാവില്ല. 100%. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ ഫീൽഡ് ഇപ്പോൾ ട്രെയിനിങ്ങിന് വന്നിട്ട് സെയിൽസ് പഠിക്കാൻ എന്തിക്കോളെ. സെയിൽസ് പറഞ്ഞ സാധനം എന്താ? സ്കില്ലാണ്. സെയിൽസ് പറഞ്ഞ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെയും ജീവിക്കാൻ പറ്റും. ഈ ടെക്നീഷ്യൻ ചെയ്യുന്ന വർക്ക് ശരിക്കും സെയിൽസ് അല്ലേ? 100%. ടെക്നിക്കലി ഓക്കെയാണ്, പക്ഷേങ്കിൽ കസ്റ്റമറെ കൺവിൻസ് ചെയ്യുക, കസ്റ്റമറെ കൊണ്ട് ആ കസ്റ്റമറെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുക, ഈ കസ്റ്റമർക്ക് ഡിവൈസ് കൊടുക്കുക, ഒരു സെയിൽസിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഈ സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ A to Z കാര്യങ്ങൾ എന്ത് ചെയ്യണം, ടെക്നിക്കലി കസ്റ്റമർ കൺവിൻസ് ചെയ്യണം. കസ്റ്റമർ എന്ത് ചെയ്യണം, എന്താണ് പ്രോബ്ലം, എങ്ങനെയാണ് വന്നത്, ഇനി വരാണ്ടിരിക്കണം, എങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഓവർ ചാർജിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവലുണ്ട്. പല ഇപ്പോൾ ഈ 16, 15 സീരീസിലൊക്കെ എന്തുണ്ടാവലുണ്ട്, ഈ പുതിയ ചാർജേഴ്സ് 120 വാട്ട്സ് കൂടിയ ചാർജറൊക്കെ യൂസ് ചെയ്തിട്ട് ഡാമേജ് വരലുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം, ഏത് ചാർജർ യൂസ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ആ കസ്റ്റമർ മേ ബി ചോദിക്കും, ഈ ചാർജർ നിങ്ങളെ കയ്യിലുണ്ടോ? അവിടെ നമുക്ക് സാധനം എടുത്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഒരു ബിസിനസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ഒരാൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 100% അയാൾക്ക് ഒരു സ്ക്രീൻ ഗാർഡ് വേണ്ടി വരും, ഇല്ലേ? സ്ക്രീൻ ഗാർഡിൽ തന്നെ പല ടൈപ്പ് സ്ക്രീൻ ഗാർഡ് ഉണ്ട്. അതൊക്കെ അവിടെ കൊടുന്ന് കസ്റ്റമർ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്ത് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇന്നേ വരെ അങ്ങനെ ചെയ്ത സ്ക്രീൻ ഗാർഡിനും പൈസ കിട്ടിയിട്ടുള്ളതാണ് സത്യം. പക്ഷെ അതിൽ വേറെ ടെക്നിക്ക് ഉണ്ട്, അതിവിടെ പറയാൻ പറ്റുമോ അറിയില്ല. ആ സ്ക്രീൻ ഗാർഡിനും കവറിനും ഇല്ല പൈസ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അതൊരു കോംപ്ലിമെന്ററി രൂപത്തിലേക്കാണ് ഒട്ടുമിക്ക ഷോപ്പിനും കൊടുക്കണ്ടാവുക. ഓക്കെ, അത് പല ടെക്നീഷ്യന്മാരും മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. കാരണം അവർ എല്ലാ സാധനവും കൊണ്ടുവെക്കും, ചാർജിങ് കേബിള്. പക്ഷെ അതൊക്കെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പോകുന്ന സംഭവം ഉള്ളത് കൊണ്ടാണ് പൊതുവെ അതിലേക്ക് ഓർ ഫോക്കസ് ചെയ്യാത്തത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയി എടുത്താൽ മതി. ഈ സംഗതികളൊക്കെ എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ മിനിറ്റ്സ് ക്വിക്ക് സർവീസ് എന്ന കമ്പനി നാട്ടിലെ. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിക്ക് അവിടെ ഫോട്ടോ കോപ്പി ഉണ്ട്, കീ കട്ടിങ് ഉണ്ട്, ഷൂ റിപ്പയറിംഗ് ഉണ്ട്, ഷൂവിൻ്റെ ഹീൽസ് റിപ്പയറിംഗ് ഇല്ലേ, ബാഗ് റിപ്പയറിംഗ്, ബാഗിൻ്റെ സ്റ്റിച്ചിങ്, നമ്മൾ സാധാ സ്കൂൾ ബാഗ് അല്ല, അത് ലക്ഷറി ആയിട്ടുള്ള ബാഗ്സ്, മൊബൈൽ റിപ്പയറിംഗ്, ലാപ്ടോപ്പ് റിപ്പയറിംഗ്, അങ്ങനെ A to Z ഒരു ഷോപ്പിലാണ്. അപ്പോൾ മേ ബി ഒരു കസ്റ്റമർ അവിടെ വരുന്നത് ഫോട്ടോ കോപ്പി എടുക്കാനായി ഡു എത്തിച്ചില്ലാത്ത ഓഫീസിൻ്റെ അടുത്ത് നമ്മളെ ഷോപ്പ് ഉണ്ടായിരുന്നു, ദേര സിറ്റി സെൻറ്ററിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, A to Z കാര്യങ്ങൾ ഞങ്ങളിതൊക്കെ ചെയ്യേണ്ടതില്ല എക്സ്പ്ലെയിൻ ചെയ്യും കസ്റ്റമർക്ക്. കസ്റ്റമർ കരുതി ഈ ചങ്ങ എന്തെന്നൊക്കെ പറയണേ. പക്ഷേ മേ ബി അയാളൊരു ഫോണ് ഡാമേജ് ആവുകയെ, അയാളൊരു എന്തെങ്കിലും ഡാമേജ് ആയി വരുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ, അന്നൊന്നും ആ ഒരു സംഭവം ഇല്ല. അതിന് പകരം ഞങ്ങൾ മൗത്തിൽ അങ്ങനെ ഓരോ കസ്റ്റമറോട് എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലാണ്. ഇപ്പോൾ അതിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഫോട്ടോ കോപ്പി മെഷീൻ അറിയുന്ന സാധനം. ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഫോട്ടോ കോപ്പി നമ്മളെ ഷോപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് അവിടെ നിൽക്കും. ഈ സമയത്ത് നമ്മൾ ഡിസ്പ്ലേക്ക് സാധനം വെച്ച് കഴിഞ്ഞാൽ അയാളെ കണ്ണൊക്കെ ഒന്ന് പോകും. ഇവിടെ എന്തൊക്കെ ഇപ്പോൾ ഐഫോണിൻ്റെ കേസ്, ഹൗസിങ് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്ത് അയാൾക്ക് എന്തുണ്ടാവും, പെട്ടെന്ന് ഓർമ്മ വരും. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരുപാട് പൈസ സ്പെൻഡിങ് കഴിയണം. ഒരു നമ്മളെ സർവീസ് സെൻറ്റർ ഇന്നൊരു സർവീസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ, മെറ്റ ത്രൂ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ ചിലവുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റിംഗ് ആണ്, ടെക്നിക്കാണ് എന്ത് ഈ പറഞ്ഞ ഫോട്ടോ കോപ്പി മെഷീന്, ഗ്ലാസ്, പൗച്ച് ഇല്ലേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഈ സാധാരണക്കാരായ ആൾക്കാരില്ലേ, ഇപ്പോൾ കുറച്ചൊരു 60 വയസ്സിന് മേലെ അല്ലെങ്കിൽ 50 വയസ്സിന് മേലെ ആൾക്കാരിലൊക്കെ ഒന്നും വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ സംഗതികളൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇവരൊക്കെ ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ ഷോപ്പിനടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അപ്പോൾ അല്ലെങ്കിൽ മാവേലി സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ പരസ്യമാണ് എന്തെങ്കിലും ഫോട്ടോ കോപ്പിൻ്റെ ആവശ്യത്തിന് വരുന്ന സമയത്ത് ഈ സാധനം ഡിസ്പ്ലേ കാണുമ്പോൾ അടുത്തൊരു പ്രാവശ്യം ഇവർക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരും. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. അത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു കസ്റ്റമർ ഒരു സാധനം എൻഗേജ്ഡ് ആക്കണമെങ്കിൽ ചിലപ്പോൾ 100 rupees 150 rupees ഒക്കെ വരും, ചിലപ്പോൾ എക്സ്പെൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും അവരെന്തായിട്ട് ഈ
ഈ പർച്ചേസ് ചെയ്യേ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് എൻഗേജിങ്ങിന് മാത്രമായിരിക്കും ആ പൈസ വന്നിട്ടുണ്ടാവുക. നിസ്സാര കോസ്റ്റ് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപരിയാണ് എന്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ, കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സർവീസ് സെൻറ്റർ എന്നുള്ള സംഭവം ആണെങ്കിൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അനസ് പറഞ്ഞു വരുന്നത്. വളരെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. കാരണം ഒരു ടെക്നീഷ്യൻ മാത്രമായിട്ട് നിൽക്കുന്നതിനുപരി കസ്റ്റമർ റിലേഷൻസ്, ഈ പറഞ്ഞതുപോലെ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഓക്കെ, ഈ ഫോട്ടോഗ്രാഫി നമ്മൾ നിസ്സാരമായിട്ട് തോന്നും. അവിടെ ഓൾറെഡി ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാവും, ബില്ലിങ്ങിന് പ്രിന്ററും ഉണ്ടാവും. അത് സ്കാനിങ് പ്രിന്റർ എടുത്താൽ മതി. നമ്മൾ ഇതിന്റെ DTP സെന്റർ അല്ലല്ലോ. അല്ല, ഒരു ഫോട്ടോ കോപ്പി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, എടുത്തരാം. അത്രേ ഉള്ളൂ. അധികം ആൾക്കാരെടുത്തും ഡോക്യുമെന്റ് ആയിട്ടോ അല്ല ഇമെയിൽ ആയിട്ടോ അതൊക്കെ ആയിരിക്കും വാട്സപ്പിലായിരിക്കും ഉണ്ടാവുക. അതെ, നേരെ കമ്പ്യൂട്ടറിലേക്ക് വാങ്ങി എടുത്തു കൊടുക്കുക. അപ്പോഴല്ലേ നമ്മൾ ഈ പ്രിന്റിങ്ങിലെ ഷോപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ ബില്ല് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രിന്റിങ്ങില് ഒരാൾ ഫോട്ടോ കോപ്പി എന്നാൽ ഫോട്ടോ കോപ്പി ഇല്ലാന്നിട്ട് ഒഴിവാക്കുന്ന എത്ര ഷോപ്പുകാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഒരു പ്രിന്റിങ് എടുത്തു വെച്ചിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ പ്രിന്റിങ് എടുത്തു കൊടുക്കുക എത്ര ഷോപ്പുകാരുണ്ട് അറിയോ? ഒന്ന് താന്ന് കൊടുത്താൽ മതി. നമ്മൾ ശരിക്കും ബിസിനസ് പഠിച്ചാൽ മതി. എൻ്റെ ഒരു ഷൂ ഞാൻ പുറത്ത് അയച്ചിട്ടിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്ത് അയച്ചിട്ടാണ്. പിറ്റേ നോക്കുമ്പോൾ അതിൻ്റെ സോളില്ലേ താഴെ, അത് ഫുള്ള് ക്രാക്ക് വന്ന് വല്ല പൂച്ചയും നായെന്തോ മാന്തിയായിരിക്കും. ഞാൻ ആ ഷൂ ആയിട്ട് ഒരു ഷോപ്പിൽ പോയി. ഓക്കെ, അവർ നേരെ എടുത്തിട്ട് എന്താ ചെയ്തറിയോ, ആ സോളങ്ങ് എടുത്ത് ഒഴിവാക്കി ഒരു സോളെടുത്ത് ജസ്റ്റ് സൈഡ് കട്ട് ചെയ്തതിന് ഉള്ളിലിട്ടു. സോൾ ഫിക്സ് ചെയ്ത് തന്ന്, അതായത് സാധാ സോളാണ്. അപ്പോൾ ഞാൻ 70 രൂപയെന്ന് വെച്ചു. അവർ പറയുന്നത് കുഴപ്പമില്ല, അത് നിങ്ങൾ ഇട്ടോളി. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചാലേ. അതല്ല, ഞങ്ങളെ ഭാഗമാണ്, ഞങ്ങൾ ഈ ഷോപ്പിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഈ സോളുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകൾ, ഈ ലേസ് ഇല്ലേ മറ്റേ ആ കെട്ടുന്ന നൂല്, അത് മിസ്സായി പോയ കേസൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. എൻ്റെ മനസ്സിൽ ഇനി അടുത്തൊരു ഷൂ ആലോചിക്കുമ്പോഴേക്കും എനിക്ക് ആ ഷോപ്പ് ഓർമ്മ വരുന്നത്. നിസാരം 20 രൂപേൻ്റെ കേസാണ് എനിക്ക് എന്തായത് അവിടെ ചെയ്തെന്ന്. പക്ഷേ ഞാനൊരു ബന്ധപ്പെട്ട ആളുകളും എന്തായിരിക്കും അവിടെ നിന്നായിരിക്കും ഞാൻ ഷൂ പർച്ചേസ് ചെയ്യാൻ പോവുക. അപ്പോൾ അതാണ് ശരിക്കും ആ ഒരു ബിസിനസ് ഓണർ ഒരു മെന്റാലിറ്റിയാണ്. ഇത് ബിസിനസ് ഈ കാണുന്ന ആൾക്ക് അപ്പം കോപ്പി ചെയ്യാൻ വേണ്ടി സംഭവം കേട്ടോ. അതായത് അവിടെ എന്താക്കുക, പ്രിന്റർ ഇല്ലെങ്കിൽ പ്രിന്റർ സെറ്റ് ചെയ്തിട്ട് നോർമൽ പ്രിന്റർ മതി, ചെറിയ പൈസക്ക് കിട്ടും പ്രിന്റർ. ഇപ്പോൾ ചെയ്ത് കൊടുക്കല്ലേ മതി, ഒരു ഫോട്ടോ കോപ്പി ജസ്റ്റ് വെച്ചാൽ പോരെ. നമ്മളെ ഷോപ്പിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ തിരുവല്ല ഷോപ്പിൽ ബോർഡ് വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര് ഫോട്ടോ കോപ്പിക്ക് പ്രിന്റ് ചെയ്തോ.